എങ്ങോട്ടാ പോകുന്നത്? ചേട്ടാ എന്തായി ചെയ്തത്? നീ ഒന്ന് അണിച്ചേ. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിനക്ക് എന്തായിരുന്നു ഇതിനകത്ത് കാര്യം? എന്നെയും കൂടെ നീ ഇതിനകത്താക്കിയല്ലോ. ഒന്ന് ഗണിച്ചേ. നീ കത്ത് നിന്ന് കാണുന്നില്ലേ? മനുഷ്യൻ കത്തി തീരാൻ പോകുമ്പോഴോ പുറത്തേക്ക് വരാൻ. അതെ, റോക്ക് സ്റ്റാർ അബിയുടെ എൻട്രിയും റീ എൻട്രിയും ഒക്കെ മാസായിരിക്കും. നിനക്കൊന്നും പറ്റില്ല. ഒന്നും പറ്റില്ല. ചെക്ക് ചെയ്തോ. പ്രിയേച്ചി എവിടെയാ? അവളെ ഞാൻ അവിടെ തന്നെ വിട്ടിട്ട് വന്നു. ജോക്കിങ്. അങ്ങനെ ചെയ്യാനായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും റിസ്ക് എടുക്കണമായിരുന്നു. അവളതെ അകത്തുണ്ട്. പോയി കാണേണ്ടവരൊക്കെ അവളെ കണ്ടോ? ബാക്കിയുള്ളവരൊക്കെ ഈ രാവണൻ കത്തുനിന്ന് കാണുക. അതായത് ഈ കുടുംബത്തിൽ ആരോ എന്നോട് പകരം വീട്ടാൻ ആഗ്രഹിക്കുന്നുവെന്ന്. വിഷമിക്കണ്ട. ഇത് ചെയ്യിച്ചത് ആര് തന്നെ ആയാലും അവരെ ഞാൻ വെറുതെ വിടില്ല. ഇപ്പൊ എന്റെ ആരോഗ്യം അത്ര ശരിയല്ല. എനിക്ക് വിശ്രമം വേണം. ഇക്കാര്യത്തെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. എനിക്ക് തോന്നുന്നത് ചൂടടിച്ച് അവളുടെ തലയ്ക്കെന്തോ പറ്റിയെന്നാ. അത് തന്നെയാണ് പേടിക്കേണ്ട കാര്യം. അങ്ങനെയാണെങ്കിൽ അവൾക്ക് ശരിക്കും മനസ്സിലായി കാണുമല്ലോ അയാൾ ആരാണെന്ന്. നമ്മൾ പിടിക്കപ്പെടും. വാവ്, ഇത്രയും സ്കാരി ആയ ഒരു കാര്യം എത്ര ഈസി ആയിട്ട് പറയുന്നത്. അല്പം പോലും ടെൻഷൻ ഇല്ലേ നിങ്ങൾക്ക്? സത്യം പറഞ്ഞാൽ ഇല്ല. കാരണം വിജയ് ഈ സിറ്റി വിട്ടുകഴിഞ്ഞു. അവനെ ആർക്കും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയാത്ത ഒരു സ്ഥലത്തേക്ക് അവൻ പോയിരിക്കുന്നത്. ഓക്കെ, അവൾക്ക് തിരയണമെങ്കിൽ തിരയട്ടെ. അതുകൊണ്ട് അവളുടെ ശ്രദ്ധ അങ്ങോട്ട് മാറുമല്ലോ. എന്റെ ശ്രദ്ധ പ്രിയയിലേക്കും. ഇത്തവണ എല്ലാ പ്ലാനിങ്ങും ഞാൻ തന്നെ ചെയ്യും. നിങ്ങൾ അവളിൽ നിന്നൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താൽ മതി. ഇതേക്കുറിച്ച് അധികം സംസാരം വേണ്ട. കാരണം ഞാൻ ആഗ്രഹിക്കുന്നില്ല ആരുടെയും ശ്രദ്ധ ഡയറക്റ്റായി നമ്മളിലേക്ക് എത്തുന്നത്. ഇനിയും വൈകാൻ പാടില്ല. എനിക്ക് നിങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കണം. എനിക്കത് പ്രൂവ് ചെയ്യണം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്ന അത്രയും തന്നെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. എനിക്കൊരു ഡേറ്റ് ഡിസൈഡ് ചെയ്യേണ്ടി വരും. ആ ഡേറ്റിനകത്ത് ഏത് വിധത്തിലായാലും തനുവിന്റെ കുഞ്ഞിന്റെ അച്ഛനെ ഞാൻ കണ്ടുപിടിക്കും. സുമംഗലി വ്രതം ഈ ദിവസം ഞാനെങ്ങനെ മറന്നു? ഞാൻ വ്രതം എടുക്കും. പക്ഷെ അച്ഛമ്മയും ബുൾബുളും പ്രണവും അവര് സമ്മതിക്കില്ല. ഇനി അവര് സമ്മതിച്ചില്ലെങ്കിൽ സാരമില്ല. ഞാൻ ഈ വ്രതം എന്തായാലും എടുക്കും, എന്തൊക്കെ സംഭവിച്ചാലും. എന്ത് ഡിസൈഡ് ചെയ്തു? എന്നുവെച്ചാ ഏത് ഡേറ്റാ ഡിസൈഡ് ചെയ്തതെന്ന്? എന്തിനുള്ള ഡേറ്റ്? എന്തിനാ നീ ഒളിക്കുന്നത്? കയ്യിൽ പേന, മുന്നിൽ പരിക്ക് കൂടുതലുണ്ടെങ്കിൽ സാരിയും കൂടെ അങ്ങ് മാറ്റിയാലോ? അങ്ങനൊന്നും നീ ചിന്തിക്കുക പോലും ചെയ്യരുത്. ഞാൻ അത്ര കാരണമൊന്നുമല്ല. അതൊക്കെ നിന്റെ കയ്യിൽ വെച്ചാൽ മതി. മരുന്ന് ഇട്ടിട്ടുണ്ട്. നീ റെസ്റ്റ് എടുക്കാൻ നോക്ക്.
കിട്ടിയിട്ടാളുടെ ഞാൻ അയാളുടെ മുഖം കണ്ടിരുന്നു. നീ എന്താ ഈ പറയുന്നത്? എന്നിട്ട് അപ്പോൾ അയാളുടെ പേരെന്താ പറയാഞ്ഞത്? അച്ഛമ്മേ, കാരണം ആ വ്യക്തിയല്ല ഇപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ്. ആരാണോ ഇയാളെ ഹയർ ചെയ്തത് അയാളാണ് നമുക്ക് പ്രധാനം. എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞാൻ ആ പേര് പറഞ്ഞെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തനുവിനെ സഹായിക്കുന്ന ആളെ അലേർട്ട് ആയനെ. അങ്ങനെ പാടില്ലല്ലോ. ഇപ്പൊ നമുക്ക് ഫേവറബിൾ ആയി നിൽക്കുന്ന ഈ സിറ്റുവേഷൻ അവരെ മാനിപ്പുലേറ്റ് ചെയ്തേനെ. അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അയാൾ ആരായിരുന്നു? അതെങ്കിലും ഒന്ന് പറയേ. ആ ഡെക്കറേറ്ററെ ഓർമ്മയുണ്ടോ? രാംലീലയ്ക്ക് നവരാത്രിക്കുമായിട്ട് വന്ന അവനെ തന്നെ എടുത്താലും ശരി, നിന്റെ വ്രതം അത് മുറിക്കുന്ന ആൾ ഞാൻ തന്നെയായിരിക്കും. നിന്റെ തലയ്ക്കെന്തോ കുഴപ്പമുണ്ട്. എല്ലാവർക്കും അറിയാം എന്റെ അബിയുടെയും കല്യാണം നടക്കാൻ പോവാണെന്ന്. പൂജാ സമയത്ത് ഒരുപാട് ആൾക്കാരുണ്ടാവും. നിനക്ക് എന്റെ അടുത്ത് വന്ന് എന്റെ വ്രതം മുറിക്കാൻ പോയിട്ട് എന്റെ അടുത്തേക്ക് പോലും വരാൻ പറ്റില്ല, മനസ്സിലായോ? ഡോണ്ട് വറി, എനിക്കറിയാം നീ എന്നെ നിന്റെ ഭർത്താവായിട്ട് കാണുന്നില്ലെന്ന്. പക്ഷെ എനിക്ക് നീ എന്റെ എല്ലാമാണ്. അതുകൊണ്ട് ഒരു ഐഡിയൽ ഭർത്താവിന്റെ കടമ ഞാൻ നന്നായി തന്നെ നിറവേറ്റും. നിന്റെ വ്രതം മുറിക്കുന്നത് ഞാൻ തന്നെയായിരിക്കും. പിന്നെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടിയുണ്ട്, അതിനായി കാത്തിരുന്നോളൂ. റിങ് എവിടെയും കാണുന്നില്ലല്ലോ. ഇവിടെ റിങ്ങൊന്നും കാണാനില്ലല്ലോ. ഇനി അത് നിന്റെ കയ്യിൽ തന്നെ ഉണ്ടോ? സോറി ടു സേ സർ, ബട്ട് എനിക്ക് തോന്നുന്നത് ആ റിംഗ് ഉണ്ടല്ലോ സാറിന്റെ ഈ പത്മയുടെ കയ്യിലാണെന്നാ. ഇവൻ എന്താ പറയുന്നേ? ഹൗ ഡെയർ യു! നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്റെ അസിസ്റ്റന്റിനെ കുറ്റപ്പെടുത്താൻ? കുറ്റപ്പെടുത്തിയല്ല സർ, സംശയമാണ് സർ. സാറിനെ ഇത്രയും ഹെൽപ്പ് ചെയ്ത സ്ഥിതിക്ക് എന്നെ മുഴുവനായിട്ട് ഹെൽപ്പ് ചെയ്തൂടെ സാർ? ഒരു തവണ ഇവിടെ ബാഗ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. മുത്തശ്ശി എനിക്ക് തന്ന റിംഗ് ഇതാ തിരിച്ചു കിട്ടി. പ്ലീസ് മുത്തശ്ശി ഒരിക്കലും എന്നോട് ദേഷ്യപ്പെടരുത്. നോക്ക് സർ, ഞാൻ പറഞ്ഞില്ലേ എന്റെ സംശയം ഒരിക്കലും തെറ്റാറില്ല. നിന്റെ മുത്തശ്ശി ആണുങ്ങളുടെ റിംഗ് ആണോ ഇട്ടിരുന്നേ? അങ്ങനെയല്ലേ സർ, റിംഗ് എന്റെയാണ്, പക്ഷെ മുത്തശ്ശി തന്നതാ. എനിവേ പത്മ, നീ ഇവന്റെ റിംഗ് മോഷ്ടിച്ചോ? ഇല്ല സാർ, എനിക്കറിയില്ല ഈ റിംഗ് എങ്ങനെയാ എന്റെ ബാഗിൽ വന്നെന്ന്. പത്മ, ശത്രുക്കളോട് പകരം വീട്ടുന്നത് ഇങ്ങനെയാണോ പത്മ? എന്റെ മോളെ, നിന്നെ ആരാണ് തടഞ്ഞത്? നീ വ്രതം എടുത്തോളൂ. ഞാൻ കരുതി ബുൾബുളാണെന്ന്. പക്ഷെ എനിക്കൊരു കണ്ടീഷനുണ്ട്. എന്ത് കണ്ടീഷൻ? അതിതാണ് മോളെ, വീട്ടിൽ ആരും തന്നെ അറിയാനിടയാവരുത് നീ വ്രതം എടുക്കുന്നുണ്ടെന്ന്. അഭിയും ഒരിക്കലും അറിയാൻ പാടില്ല നീ വ്രതത്തിലാണെന്നുള്ള കാര്യം. അതെങ്ങനെയാ അച്ഛമ്മ ചെയ്യാൻ കഴിയുന്നത്? അദ്ദേഹം അറിയാതെ വ്രതം എടുത്തിട്ട് അദ്ദേഹത്തിന്റെ കൈ കൊണ്ട് തന്നെ അവസാനിപ്പിക്കാനോ? അതൊന്നും എനിക്കറിയണ്ട. നീ സ്വയം ശ്രമിക്കേ. പക്ഷെ അച്ഛമ്മ, ഇത് എന്റെ ഓർഡറാണ്. അതെങ്ങനെ ചെയ്യാൻ പറ്റും? അദ്ദേഹം അറിയാതെ വ്രതം എടുക്കുകയും വേണം, അദ്ദേഹത്തിന്റെ കൈ കൊണ്ട് തന്നെ ആ വ്രതം അവസാനിപ്പിക്കാനും പറ്റണം. ഈ മുഖാമ്പോ ഇതിനിടയിൽ എവിടെ പോയതാ? ഇവൾക്ക് കുട്ടിച്ചാത്തന്റെ സ്വഭാവമാണല്ലോ. പുലർച്ചെ 4 മണിക്ക് ആളെ കാണാനില്ലല്ലോ. ഇനി എന്തെങ്കിലും പ്ലാൻ ചെയ്യുകയാണോ? പായസം ഉണ്ടാക്കി കൊടുത്തല്ലേ? എന്താ അഭി, നീ ഇവൾക്ക് വേണ്ടി എന്തിനാ പായസം ഉണ്ടാക്കിയത്? അച്ഛമ്മേ, ഞാൻ പായസം ഒന്നും ഉണ്ടാക്കി കൊടുത്തില്ല. അത് ഇവക്കോ? വെറുതെ നാടകം കളിക്കുക, കള്ളം പറയല്ലേ. നാടകോ? ഓ ശരി, ഇവരോട് പറയാൻ പാടില്ലല്ലേ? നേരത്തെ പറഞ്ഞ പോരായിരുന്നോ? അത് പിന്നെ ഈ പായസം ഇദ്ദേഹം അല്ല ഉണ്ടാക്കിയത്. ഇദ്ദേഹം എന്നെ കഴിപ്പിക്കാൻ വന്നതാ. അത് പ്രോബ്ലം ആണോ? സാരമല്ല,
എന്നാ പിന്നെ ഞാൻ തനിച്ച് കഴിച്ചോളാം. അതെങ്കിലും ഞാൻ ചെയ്യണ്ടേ? ഒരുപാടായി അബി, നീ എന്റെ ഭർത്താവാൻ പോകുന്നവനാ. ഞാൻ നിനക്ക് വേണ്ടി വ്രതം എടുക്കുന്ന, പക്ഷെ നീ ഇവക്ക് പായസം ഊട്ടി വിടുക അല്ലേ? ഞാനത് സഹിക്കില്ല. ഇല്ലില്ല, അങ്ങനെ പോകരുത് മോളെ. അപ്പോ നീയും വ്രതം എടുക്കുന്നുണ്ടല്ലേ? ഫാസ്റ്റിംഗ്? അത് ഞാൻ ഇങ്ങനെ അർത്ഥമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും എനിക്ക് സമയമില്ല. എന്താ പറഞ്ഞത്? അർത്ഥമില്ലാത്ത കാര്യമെന്നോ? ഈ സുമംഗലി വ്രതം അർത്ഥമില്ലാത്ത കാര്യമെന്നോ? ഈ ശുഭദിനത്തെ അങ്ങനെ പറഞ്ഞ് അപമാനിക്കുകയാണോ നീ? ഓക്കെ, നിങ്ങൾ ആഘോഷിച്ചോളൂ നിങ്ങളുടെ ശുഭദിനം. ഞാൻ പോകുന്നു. പിന്നെ 11 മണിക്ക് മുൻപായി ആരും എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഇല്ലെങ്കിൽ ശുഭദിനമാണെന്നൊന്ന് നോക്കാതെ രാവിലെ തന്നെ എല്ലാവർക്കും ശിക്ഷ കിട്ടും. ഒരു മിനിറ്റ്, നീ സുമംഗലി വ്രതം എടുത്തെന്നോ? നീയോ? ബുൾബുൾ, ഞങ്ങളെ ചിരിപ്പിക്കാനാണെങ്കിൽ എന്തെങ്കിലും ജോക്ക് പറഞ്ഞാ പോരെ? ഇങ്ങനെ ഓരോ ഡ്രാമ കളിച്ച് വെറുതെ ഭക്ഷണം വേസ്റ്റ് ആക്കല്ലേ. എനിക്കുണ്ടല്ലോ, എനിക്കറിയായിരുന്നു നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തന്നെ റിയാക്ട് ചെയ്യുന്നു, ഇങ്ങനെ തന്നെ ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വ്രതം എടുത്ത കാര്യം പറയാത്തത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ പറയുന്ന വിശ്വാസം വരുന്നില്ല അല്ലേ? ആ മോളെ, അതൊക്കെ ഉണ്ട്. പക്ഷെ നീ പറഞ്ഞതേ ഇല്ലല്ലോ വ്രതം എടുക്കുന്ന കാര്യം. ഇന്നലെങ്കിലും പറയായിരുന്നില്ലേ വ്രതം എടുക്കുകയാണെന്ന്? ഞാൻ എന്താ ഇനി ഇതൊക്കെ എഴുതി തരണോ? ഓക്കെ പോട്ടെ, ഒന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളും തയ്യാറെടുത്തേനെ ബുൾബുളിന്റെ വ്രതത്തിന്. എനിക്ക് നാണം വന്നു. അതോ നീ വളരെ നല്ല കാര്യം ചെയ്തത്. തീരുമാനിച്ചെങ്കിൽ വ്രതം നല്ലതുപോലെ എടുക്കണം, ഒന്നും മറന്നുപോരുത്. ഇല്ലമ്മേ. നന്നായി നീ എന്നെ ഓർമ്മിപ്പിച്ചത്. ഇപ്പോഴേ എനിക്ക് ഓർമ്മ വന്നത്, ഇന്ന് പ്രിയയുടെയും രണ്ടാമത്തെ സുമംഗലി വ്രതമാണ്. അവളും വ്രതം എടുക്കുന്നുണ്ടായിരിക്കും അല്ലേ? അവൾ വ്രതം എടുക്കുന്നത് എന്തിനാണ്? നേരത്തെ തന്നെ അഭിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതല്ലേ? എനിക്കറിയില്ല എന്റെ മനസ്സ് എന്തുകൊണ്ടാ ഇങ്ങനെ പറയുന്നതെന്ന്. പ്രിയ ഉറപ്പായിട്ടും വ്രതം എടുക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോ ഈ വ്രതം അവളുടെ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം പോലെ ആയിരിക്കും. ഒരു തവണ അവിടെ ചെന്ന് നോക്കിയാലോ? ആർക്കറിയാം അവള് ശരിക്കും വ്രതത്തിൽ തന്നെയാണോ എന്ന്. ഇനി ഇവളോട് വഴക്കുണ്ടാക്കണമല്ലോ. ഓക്കെ, ഇവളോട് പറയുന്നതായിരിക്കും നല്ലത്. എല്ലാവരോടും ചെന്ന് പറയാൻ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന്. എന്നിട്ട് പറയാം, എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയുണ്ട്. മുഖമ്പോ ഡോറൊന്ന് തുറന്നേ, എനിക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യണം. ഇല്ല, എനിക്ക് കുറച്ച് സമയം എടുക്കും. നീ ഒന്ന് പുറത്തേക്ക് വരുന്നുണ്ടോ? അത് കഴിഞ്ഞിട്ട് നീ എത്ര സമയം വേണമെങ്കിലും അകത്ത് കയറിയിരുന്നോ. പക്ഷെ ഇപ്പൊ പുറത്തോട്ട് വാ. എന്തൊരു വാശിയാ ഇത്? എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുക? നീ എന്താ അവിടെ ചെയ്തോണ്ടിരിക്കുന്നേ? വാതിൽ തുറക്കാനല്ലേ പറഞ്ഞു. നോക്ക്, 10 സെക്കൻഡ് അത് പുറത്തു വന്നില്ലെങ്കിൽ ഈ വാതിൽ ഞാൻ ചവിട്ടി പൊളിക്കും. വേണ്ട, ഞാൻ പുറത്തേക്ക് വരാം. ഇന്ന് സുമംഗലി വ്രതമല്ലേ? അപ്പോ നീയും അതുകൊണ്ടാണോ നീ അതിരാവിലെ എണീറ്റ് പായസം കുടിച്ചത് ബാക്കിയുള്ള സ്ത്രീകളൊക്കെ ചെയ്യുന്നത് പോലെ? കറക്റ്റ്. ഇൻകറക്റ്റ്. രാവിലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ഞാൻ ഈ ഫാസ്റ്റിലൊന്നും ബിലീവ് ചെയ്യുന്നില്ലെന്ന്. ഇംപോസിബിൾ. പിന്നെ നിങ്ങൾക്ക് തിരക്കില്ലേ? ഐ ആം ഡൺ. നിങ്ങൾ പോയി ചേഞ്ച് ചെയ്തോളൂ. ഓക്കെ? ഇവളൊന്നും വഴക്കുണ്ടാക്കിയില്ലല്ലോ. എന്തോ കുഴപ്പമുണ്ട്. ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിനക്ക് തന്നെയാ. ഇനി വ്രതം എടുക്ക് ദിവസം മുഴുവൻ കാലി വയറുമായിട്ട്. വൈകുന്നേരം ആകുമ്പോഴേക്കും നീ ബോധം കെട്ട് വീണില്ലെങ്കിൽ എന്റെ പേര് നീ മാറ്റിക്കോ. പുതിയ പേര് മമ്മി തന്നെ കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത്. കാരണം പേര് മാറ്റാൻ പോകുന്നത് മമ്മിയല്ലേ. മമ്മി നോക്കിക്കോ, മമ്മിക്ക് അസിഡിറ്റി, ഡയേറിയ, ഡീഹൈഡ്രേഷൻ, വയറിന് വരുന്ന എല്ലാ അസുഖങ്ങളും മമ്മിക്ക് വന്നില്ലെങ്കിലേ എന്റെ പേര് മമ്മി മാറ്റിക്കോ. ഒല്ലവിന് കാണാലോ മുകളിലുള്ള ആൾ ആരുടെ ഭാഗത്താണെന്ന്. ആണോ? എങ്കിൽ അറിയണമല്ലോ. വൈകുന്നേരം ആവുമ്പോ കാണാമല്ലോ. എന്റെ ദൈവമേ, ഞാൻ നിങ്ങളെ വിശ്വസിച്ച മമ്മിയെ ചലഞ്ച് ചെയ്തത്. എന്നെ ജയിപ്പിക്കണേ പ്ലീസ്, എന്നെ ജയിപ്പിക്കണേ. ഇനി എന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ വിവാഹം അങ്ങ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാലോ? പറ തനു, ഞാൻ വ്രതം എടുക്കട്ടെ? അങ്ങനെ ഒന്നും സംഭവിക്കില്ല. എന്തുകൊണ്ടില്ല? നമ്മുടെ ഭഗവാൻ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുന്നവനാ. ഇനി വേണമെങ്കിൽ അങ്ങനെ സംഭവിക്കാം. ഇനി നീ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ ഭഗവാന്റെ കണ്ണിൽ തെറ്റായി തോന്നുന്ന? എന്ത് പറ്റി തനു? നിന്റെ മുഖം ആകെ വിളറിപ്പോയല്ലോ. എനിക്ക് എന്താ അങ്ങനെ തോന്നുന്നത്?
ഞാൻ നീ ചെയ്ത എന്തെങ്കിലും തെറ്റ് നിന്നിപ്പോ ഓർമ്മിപ്പിച്ചോ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് ഭഗവാൻ ഡിസൈഡ് ചെയ്യട്ടെ. ഇപ്പൊ നീ ഡിസൈഡ്. നിനക്ക് ദാഹിക്കും മോളെ. പറ്റിയാൽ 2-3 മണിക്കൂർ ഉറങ്ങാൻ നോക്ക്. മനസ്സിലായോ? ആ ശരി, പെട്ടെന്ന് തന്നെ ചെയ്യാൻ നോക്ക്. ഓക്കെ, ഐ വിൽ കോൾ യു ബാക്ക്. എന്തു പറ്റി? എല്ലാരും ഉണ്ടല്ലോ. ആരെക്കുറിച്ചാണ് സംസാരം? ആ പ്രണവ്, നിന്നെ അങ്ങോട്ട് കാണാനില്ലല്ലോ. നിനക്കെന്തു പറ്റി? നമ്മൾ ഇന്നലെ കണ്ടല്ലേ ഉള്ളൂ. ഇന്നലെ കണ്ടോ? എനിക്കൊരു ഓർമ്മയില്ല. അബി, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നീ ആദ്യം ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഏയ് തനു, നോക്ക്, ആന്റി നിന്നോട് എന്തോ പറയുന്നുണ്ട്. ആദ്യം നീ അത് കേക്ക്. ഒരു സെക്കൻഡ്, ഞാൻ പറയുന്നത് കേൾക്കാം. കുറച്ച് കഴിഞ്ഞ്. ഏയ് തനു, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ആദ്യം ഞാൻ പറയുന്നത് കേക്ക്. അബി, എനിക്ക് തോന്നുന്നത് പ്രിയയും സുമംഗലി വ്രതത്തിന്റെ ഫാസ്റ്റിംഗ് എടുത്തോളം പഴയ കാര്യങ്ങളൊക്കെ സ്വപ്നങ്ങൾ മാത്രമാണ്. ഏറ്റവും വലിയ തമാശ എന്താന്ന് വെച്ചാൽ, കണ്ടില്ലേ, ഇതെല്ലാം ചെയ്തിട്ടും നമ്മൾ രണ്ടുപേരും അകന്നിരിക്കുന്നത്. ഈ ഒരു സംഭവം കൂടി ആയപ്പോ ഇനി ഞാൻ ഇതിലൊന്നും വിശ്വസിക്കില്ല പ്രിയ. ഇവളൊന്ന് ശരിക്കും വ്രതം എടുക്കുന്നുണ്ട്. പിന്നെ പ്രിയച്ചിക്ക് അറിയോ, വീട്ടിലുള്ള വേറെ ആര് വ്രതം എടുത്താലും ശരി, പക്ഷെ ഇവളെ വ്രതം എടുക്കുന്നത് എനിക്ക് എന്തോ ഡൗട്ട് തോന്നുക. ഇവള് ശരിക്കും വ്രതം എടുക്കുന്നുണ്ടോ അതോ ഇല്ലയോ എന്ന്. ആണോ? ബുൾബുളിനെയാണോ നിനക്ക് ഡൗട്ട്? യു നോ വാട്ട്, യു ഡോണ്ട് ഡിസേർവ് ഇറ്റ്. ഈ വ്രതം ഞാൻ എന്തായാലും പൂർത്തിയാക്കി കാണിച്ചു തന്നിരിക്കും. മതി മതി മതി, ബുൾബുൾ ഇന്ന് വഴക്കൂടാൻ പാടില്ല. പ്രണവ്, നിങ്ങൾ രണ്ടുപേരും വഴക്കു കൂടരുത്. നോക്കു മോളെ, ഈ വ്രതം എടുക്കുന്നതിലൂടെ എന്തൊക്കെ നന്മയുണ്ടാവുന്നെന്ന്. നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം പെട്ടെന്ന് തന്നെ നടക്കും. നിങ്ങളുടെ സ്നേഹത്തിന്റെ നടുവിലേക്ക് മറ്റാരും കടന്നു വരില്ല. ആ പ്രണവ് ഇപ്പോഴില്ല, ചന്ദ്രൻ ഉദിച്ചതിന് ശേഷം. ആന്റി ഇതൊന്ന് നോക്കിയേ, ഞാൻ അതിന്റെ ക്വാളിറ്റി നല്ലതാണെന്ന് ചെക്ക് ചെയ്യായിരുന്നു. നന്നായിട്ടുണ്ട്, കൊടുക്കാം. ഈ കൊണ്ടുവച്ചിരിക്കുന്ന വിഭവങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് വല്ലാതെ വിശക്കുവാ. ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. ആഹാ, കൊള്ളാലോ. എന്ത് നല്ല പൊറോട്ടയും ജിലേബിയും ഒക്കെ ഇരിക്കുന്നത്. കണ്ടിട്ട് തന്നെ വായിലെ കപ്പലോടുക. നീ എന്നെ കൊതിപ്പിക്കാൻ നോക്കാണോ? ബൈ ദ വേ പ്രണവ്, എനിക്ക് വിശക്കുന്നേയില്ല. അതുകൊണ്ട് വെറുതെ കഷ്ടപ്പെടണ്ട. പ്രണവ്, നീ അവളെ ദേഷ്യം പിടിപ്പിക്കുകയാണോ? കള്ളം പറയണ അച്ഛമ്മേ. ഭക്ഷണം കാണുമ്പോ തന്നെ ഇവൾക്ക് വല്ലാതെ കൊതി വരും. പെട്ടെന്ന് തന്നെ വിശക്കുകയും ചെയ്യും, എന്നെക്കാളും നന്നായിട്ട്. ഇന്നത്തെ വ്രതം അവസാനിച്ചതിന് ശേഷം എനിക്ക് വിശക്കുന്നു അച്ഛമ്മേ. മൈഥിലി, അതൊക്കെ തിരിച്ചിട്ടേക്കൂ. അപ്പൊ ചേട്ടന് വിശക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ചേട്ടനും ഇന്നത്തെ വ്രതം എടുത്തിട്ടുണ്ടെന്നാണല്ലോ. ബുൾബുൾ, നിനക്കെന്താ വട്ടായോ? ഞാൻ ഈ വ്രതം എടുക്കാനാ? എനിക്കിപ്പോൾ തോന്നുന്നത് എന്താണെന്നറിയോ? ആരെങ്കിലും പിടിച്ചൊന്ന് വിഴുങ്ങാനാ. അങ്ങനെയൊന്നും പറയാതേട്ടാ. അതെന്താന്നോ, അങ്ങനെ ആരെങ്കിലും പിടിച്ചു വിഴുങ്ങിയോ ചേട്ടന്റെ വയറ് കേടാവും. ഇന്ന് കുശാലാണല്ലോ. എന്റെ സ്ഥലത്ത് വെച്ചേക്ക്. ഇവിടെ ഇനി ആരെങ്കിലും എന്തെങ്കിലും കഴിക്കാൻ വന്നാണല്ലോ, ഇവിടെ ഉള്ളതെല്ലാം ഞാൻ അങ്ങ് കഴിച്ചു തീർക്കും. ഓക്കെ സർ, അവിടെ നിൽക്ക്. ഞാൻ ആദ്യം ഓർഡർ കൊടുത്തത്. അതിനിപ്പോ എന്താ? പത്മയല്ലേ ആദ്യം പ്ലേറ്റ് പിടിച്ചു വാങ്ങിയത്? പത്മ ആദ്യം പറഞ്ഞ ഞാനാ. അയ്യേ, എന്താ ഇത്? പറയാൻ നാളില്ലേ നിനക്ക്? അല്ല, നീ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കണോ? പിടിച്ച് വാങ്ങിക്കാൻ കൊണ്ട്. റോണി, നീ ഞാൻ പറഞ്ഞു കേട്ടില്ലേ? അല്ല, ഒരു പ്ലേറ്റ് പോലും പിടിച്ചു വാങ്ങിക്കാൻ അറിയില്ലേ? നീ എന്താ അവളെ പേടിച്ചിക്കാ? നിങ്ങൾ വേണമെങ്കിൽ അവളെ പേടിപ്പിച്ചോ, എന്നോട് വേണ്ട. ഇങ്ങോട്ട് തന്നെ. സർദാ കൊണ്ടുപോയി. എല്ലാവർക്കും ജിലേബി എടുത്ത് കഴിക്കാണല്ലേ നീ? തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ എന്തായാലും കിട്ടും. തെറ്റോ? ലെറ്റ് മീ എക്സ്പ്ലെയിൻ. റോണി ചേച്ചി, ഞാൻ പറഞ്ഞോ ഇവരോടൊക്കെ ഒരു ദിവസം മുഴുവൻ വിശന്നിരിക്കാൻ? അവരവരുടെ ഇഷ്ടത്തിന് ഇത് ചെയ്യുന്നേ. അതോ എന്തിനു വേണ്ടിയാ? എന്തിനാ? മറ്റുള്ളവരെ കാണിക്കാൻ അവരുടെ ഭർത്താക്കന്മാരെ വലിയ കാര്യമാണെന്ന്. നാട്ടുകാരെ ബോധിപ്പിക്കാൻ ഒരു ദിവസം മുഴുവൻ വിശന്നിരിക്കേ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിന് വലിയ ആരാധനയാണെങ്കിൽ സ്വന്തമായിട്ട് സന്തോഷത്തോടെ ഇരിക്കാൻ പഠിക്കുക. എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാ, മനസ്സിന് ഇഷ്ടപ്പെട്ടതൊക്കെ കഴിക്കണം, എന്നിട്ട് സന്തോഷത്തോടെ ഇരിക്കണം. അല്ലാതെ വെറുതെ വിശന്ന് കിടന്ന് നാട്ടുകാരെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാ? പട്ടിണി കിടക്കുന്ന ഭാര്യമാർ ഭർത്താവിനെ സ്നേഹിക്കുന്നു, പട്ടിണി കിടക്കാത്തവര് ഫേക്ക് കാണുന്നോ?
നമ്മൾ ഭക്ഷണം കഴിച്ചാൽ അവർക്ക് എന്തെങ്കിലും ഇനി ഞാൻ നിന്നെ പറ്റി ഒരിക്കലും ചിന്തിക്കില്ല. ഞാനെല്ലാം മറക്കും. നീ എന്റെ മകളാണെന്നുള്ള കാര്യവും ഞാൻ നിന്റെ അമ്മയാണെന്നുള്ള സത്യവും ഇന്നത്തോടെ നീ മനസ്സിലാക്കിക്കോ. അതായത് നീ ഒരു അനാഥയാ. ഒരനാഥ. നിന്റെ അമ്മ എന്നെ മരിച്ചു പോയിരിക്കുന്നു. നീ ഒരു അനാഥയാണ്, അനാഥ. ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാം മോനെ. എന്നോട് മോൻ ക്ഷമിക്കണം. ഞാൻ എപ്പോഴും കരുതിയത് പ്രിയയുടെ കൈകൾ നിന്നെ ഏൽപ്പിച്ചപ്പോ എന്റെ മകൾ എപ്പോഴും നീ ഒത്ത് സന്തോഷമായി. നിങ്ങൾ നിങ്ങളുടെ മകളുമായുള്ള ബന്ധമല്ലേ അവസാനിപ്പിച്ചത്? പക്ഷേ നിങ്ങൾക്കൊരു ബന്ധം ഞാനുമായുണ്ടല്ലോ. അപ്പോൾ അമ്മയ്ക്ക് തോന്നുമ്പോഴൊക്കെ ഈ മകനെ കാണാൻ വരാം. എന്നെ കാണാൻ വേണ്ടി അമ്മയ്ക്ക് ആരുടെയും പെർമിഷന്റെ ആവശ്യമില്ല. എനിക്കതറിയാം മോനെ. നീ എന്നെ എപ്പോഴും നല്ലൊരു അമ്മയായി തന്നെയാ കാണുന്നത്. അതുപോലെ ഞാനും നിന്നെ മകനായിട്ട് തന്നെയാ കാണുന്നത്. എനിക്ക് നിന്നെ കാണാൻ തോന്നുമ്പോഴൊക്കെ ഞാൻ ഇവിടേക്ക് ഓടി വരും. പക്ഷെ ഇന്ന് എനിക്കിവിടെ നിൽക്കാൻ എന്തായാലും കഴിയില്ല. ഞാൻ പോവാം മോനെ. എനിക്കിത് കാണാനുള്ള ത്രാണിയില്ല. അത് ഞാൻ തമാശ പറയായിരുന്നു. നിനക്കറിയാന്നല്ലോ ഞാൻ തമാശ പറയുന്നപ്പോഴും. നീ ഒരുപാട് തമാശ കാണിക്കാറുണ്ട്, പക്ഷേ നീ കാണിച്ച തമാശ ഞാൻ സീരിയസ് ആയിട്ട് എടുത്തു. അതുകൊണ്ട് ഈ ശിക്ഷ സ്വീകരിച്ചേ പറ്റൂ. പ്രണവ്, നോക്ക്, ഞാൻ രാവിലെ തൊട്ട് നിനക്ക് വേണ്ടി വ്രതം എടുക്കാണ്. ഞാൻ വെള്ളം പോലും കുടിച്ചിട്ടില്ല. ഓണസ്റ്റ്ലി. ഓ, നീ വെള്ളം പോലും കുടിച്ചില്ല അല്ലേ? എന്തൊക്കെ പറഞ്ഞാലും ശരി, നിനക്ക് ശിക്ഷ ലഭിച്ചിരിക്കും. നിന്റെ കണ്ണടക്കാൻ. പ്ലീസ് പ്ലീസ് വേണ്ട. ആദ്യം നീ കണ്ണടക്കാൻ. ഇല്ല, വേഗം കണ്ണടക്കാൻ. ഓക്കെ, തുറക്കട്ടെ. എന്താ? കണ്ണ്. ഇന്നാണെങ്കിൽ ചന്ദ്രൻ ഉദിക്കാതെ ഒളിച്ചു കളിക്കുകയാണോ? ചന്ദ്രനെ കാണാതെ എങ്ങനെ വ്രതം മുറിക്കുന്നേ? മമ്മി, ചന്ദ്രൻ എന്തായാൽ എന്നെ അവോയ്ഡ് ചെയ്യാൻ നോക്കുകയാണല്ലേ? തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണോ? ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്താ നടക്കാൻ പോകുന്നത്. ഒരു മിനിറ്റ്. ശരി ശരി. ആ, ഇങ്ങ് വന്നേ. നീ ചിന്തിച്ചു നിന്റെ വ്രതം എങ്ങനെ അവസാനിപ്പിക്കുന്നെന്ന്? എന്താ? അപ്പൊ തനുവിന് വിട്ടുകൊടുക്കാൻ പോവാണോ? അല്ലാതെ എന്ത് ചെയ്യുന്നതാണ് ചേച്ചി? അത് പിന്നെ നീ എന്താ ഇഞ്ചി അടിച്ച് അണ്ണാനെ പോലെ? എന്താ വേണ്ടത്? അറേഞ്ച്മെന്റ് നോക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒന്നും നേരെ നടക്കുന്നില്ലല്ലോ. ഞാനല്ലാതെ പൂജ ചെയ്യൂ, ശ്രദ്ധിച്ച് ചെയ്യൂ. എന്നെ തന്നെ നോക്കുന്നേ? ഭർത്താവിനെ നോക്ക്, ഭർത്താവിനെ. ഫോണില് നോക്കിയത്. എന്നാ ഫോണിൽ നോക്ക്. അവള് കഴിക്കാൻ പോകുന്നത് അതിനു മുൻപ് ആ
സ്വീറ്റ് ഒന്ന് ചെക്ക് ചെയ്യണ്ടേ? ഒരു വല്ലാത്ത മണം വരുന്നുണ്ട്. എന്താ ദേ ശരിക്കും നോക്കി. പ്രണവ്, ഇത് നല്ലല്ലേ? ആ ബി എന്തോ ഉണ്ട് ഇതില്, എന്തോ ഉണ്ട്. നല്ലതെന്ന് തോന്നുന്നു. ഒന്ന് കഴിച്ചു നോക്ക്. ഞാനോ? ശരി, നിങ്ങൾ പറയുകയാണെങ്കിൽ പിന്നെ നോക്കാം. സോറി. ഈ കുട്ടി ഏതാ? ഈ ചന്ദ്രൻ ഇത് എവിടെ പോയി? ചന്ദ്രൻ മറിഞ്ഞു പോയല്ലോ ഇപ്പൊ. നോക്കൂ, ഭഗവാന് പോലും ആഗ്രഹമില്ല നിന്നെ കൊണ്ട് ഇവളുടെ വ്രതം അവസാനിപ്പിക്കാൻ. അതുകൊണ്ടാണ് ചന്ദ്രൻ പെട്ടെന്ന് തന്നെ മറഞ്ഞു കളഞ്ഞത്. ചന്ദ്രനെ കാണാതെ വ്രതം എങ്ങനെ അവസാനിപ്പിക്കും? പക്ഷേ നിനക്ക് അവസാനിപ്പിക്കാൻ കഴിയും. നിനക്ക് ഭഗവാനിൽ വിശ്വാസമില്ലല്ലോ, പക്ഷെ ഇവരെല്ലാം വിശ്വസിക്കുന്നു. പക്ഷേ അതിനുവേണ്ടി അബിയുടെയും തനുവിന്റെ ഇടയിൽ അകൽച്ച വരാൻ പാടില്ല. നീ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷേ ഇന്ദു, ഇക്കാര്യത്തിൽ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് അബി തന്നെ ചെയ്തല്ലേ പറ്റുമോളെ. ഹേയ് തനു, ഞാൻ നിനക്ക് എന്താ കൊണ്ടുവന്നിരിക്കുന്നൊക്കെ? ഇത് ഞാൻ എന്റെ കൈ കൊണ്ട് നിനക്ക് വാരി തരാൻ പോവാ. എനിക്ക് നിന്റെ കൈ കൊണ്ട് ഭക്ഷണമൊന്നും വേണ്ട. നോക്ക് തനു, നിനക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളാ. ഇതേണ്ടോ, ചോക്ലേറ്റും ഉണ്ട്. ചോക്ലേറ്റ് വേണ്ടെങ്കിൽ ദേ സ്വീറ്റ്സും ഉണ്ട്. സ്വീറ്റ്സ് എനിക്ക് ഇഷ്ടമാണ് തനു. നിന്റെ മധുരം നിന്റെ അടുത്ത് തന്നെ വെച്ചോളൂ. പിന്നെ പറ്റുമെങ്കിലുണ്ടല്ലോ ദേ ഇതും കൊണ്ട് പോയി അവളെ കഴിപ്പിക്ക്. നേരത്തെ പോലെ നീ വെള്ളം മിഠായിയൊക്കെ കഴിപ്പിച്ചില്ല ബോബി. നിനക്ക് എന്നെ പറ്റി പ്രത്യേകിച്ച് ശ്രദ്ധയൊന്നുമില്ല. കുഞ്ഞിന് വേണ്ടി മാത്രം ടെൻഷൻ. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് നിനക്ക് കുഞ്ഞിന് മാത്രം മതിയെന്ന്. എന്നെ വേണ്ട. തനു, ഡോണ്ട് മേക്ക് ആൻ ഇഷ്യൂ ഔട്ട് ഓഫ് നത്തിങ് ഇൻ ദിസ്. ഇനി നിനക്ക് വേണമെങ്കിൽ കഴിക്കേ, ഇല്ലെങ്കിൽ കഴിക്കാതിരിക്കേ. ഞാൻ പോവാ. ഓക്കെ, ഞാൻ ഈ ഭക്ഷണം കഴിച്ചോളാം. പക്ഷെ ഒരു വാക്കിന് പുറത്ത്. എന്താ? പ്രിയ എന്തൊക്കെയാണോ ചെയ്തത് അതിന് നീ അവൾക്ക് ശിക്ഷ കൊടുത്തേ പറ്റൂ. അത്രേ ഉള്ളൂ കാര്യം. ഞാൻ ഇപ്പോ തന്നെ പോയി അവൾക്ക് അതിനുള്ള ശിക്ഷ കൊടുത്തേക്കാം. നീ രാവിലെ തൊട്ട് വിശന്നിരിക്കല്ലേ, എന്തെങ്കിലും വയർ നിറച്ച് കഴിക്കാൻ നോക്കും. കുറച്ചധികം ആഹാരം എടുത്തിട്ട് പോവാം. എന്നിട്ട് പറയാം പണിഷ് ചെയ്യാനായിട്ട് നിങ്ങളെല്ലാം എന്നെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചതാണെന്ന്. നോക്കാല്ലോ അവള് കഴിക്കോ ഇല്ലയോ എന്ന്. ഐഡിയ കുഴപ്പമില്ല. ഫോളോ മീ. നടക്കണ്ടോടെ. നിക്ക്. എന്താ മേഡത്തിനെ പോലെ ടിപ് ടോപ്പ് ആയി വരുന്നേ? കുറച്ച് മുടിയൊക്കെ ഒന്ന് പറഞ്ഞിട്ട് കണ്ടാ തോന്നണം ഞാൻ നിന്നെ ടോർച്ചർ ചെയ്തു. ചെയ്തോ. നിങ്ങൾ അങ്ങോട്ട് നോക്കിയേ. ഇപ്പൊ രക്ഷപ്പെട്ടു. ഇനി തന്നു ശരിക്കും ആഹാരം കഴിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇല്ല, ഇത്രയും സമയം അവള് വിശന്നിരിക്കില്ല. എന്തു പറ്റി? ഓവറാക്ട് ചെയ്ത് ചളാക്കല്ലേ, കുറച്ച് കുറയ്ക്ക്. ആണോ? ഇപ്പൊ ശരിയായോ? മതി, വാ. തരൂ, സാധിച്ചു തരൂ. വിശന്ന വയറിന് ആഹാരം തരൂ, ആഹാരം തരൂ. അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഞാൻ തമാശ കളിക്കുന്നു? എന്നെ കേട്ടോ, ഒട്ടും തമാശയല്ല ഞാൻ കാണിച്ചത്. എനിക്ക് ഇന്നൊരു ദിവസം മുഴുവൻ വ്രതം എടുക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് നന്നായിട്ട് നിരാഹാരം ഇരിക്കാൻ പറ്റും. പിന്നെ ഇപ്രാവശ്യം ഫാസ്റ്റിംഗ് ചെയ്യുന്നത് എന്റെ ഹസ്ബൻഡിന് വേണ്ടിയല്ല, എന്റെ അമ്മയ്ക്ക് വേണ്ടിയാ. കഴിക്കു ചേച്ചി. അല്ലെങ്കിൽ ചേച്ചിക്ക് അറിയാമല്ലോ ഇവളുടെ ഡ്രാമ അവസാനിക്കില്ലെന്ന്. ഞാൻ ഒരിക്കൽ പറഞ്ഞതില്ലേ എനിക്ക് ആഹാരം വേണ്ടെന്ന്. വേണ്ടാന്ന് പറഞ്ഞാ വേണ്ട. പിന്നെ എന്തിനാ എന്നെ ശല്യം ചെയ്യുന്നേ? എനിക്ക് ആഹാരം വേണ്ട. എനിക്ക് വേണ്ടിയോ? പിന്നല്ലോ, നിനക്ക് കഴിക്കണ്ടേ? ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്? ഇവക്കിട്ടൊരു പണി കൊടുത്തിട്ട് ഞാൻ എന്റെ കൈ കൊണ്ട് നിനക്ക് ആഹാരം തരൂന്നല്ലേ? അപ്പോ
നേരത്തെ ഞാൻ ഒരു പ്ലേറ്റ് ആഹാരം കൊണ്ടുവന്നാണല്ലോ, അതിപ്പോ എവിടെ പോയി? നീ ഇനി അതങ്ങനെ അടുത്ത് കഴിച്ചോ? എന്താ പറയുന്നത് അബി? ഞാൻ എങ്ങനെ ആഹാരം കഴിക്കാനാ? അത് ആക്ച്വലി ഇത്രയും നേരം ഇവിടെ വെച്ചത് കാരണം അത് തണുത്തു പോയി. അതുകൊണ്ട് ഞാൻ അത് തിരിച്ചു കൊടുത്തയച്ചു. അത് സാരമില്ല, നല്ല ചൂടുള്ള ഭക്ഷണം ഉണ്ടല്ലോ. അതെ, നിങ്ങൾ നിങ്ങളുടെ കൈകൊണ്ട് വാരി കൊടുക്കുന്നേ. പട്ടിണി ഇരിക്കല്ലേ പാവം. നിന്റെ അടുത്ത് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ? ഒറിജിനൽ ഐഡി എന്റേതല്ലേ, അതിനെ കോപ്പി അടിച്ച് പറയാ. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. അതുകൊണ്ടാ. എന്നുവെച്ചാൽ ഈ തനു ഞാൻ തെറ്റാണെന്ന് പ്രൂവ് ചെയ്തേ അടങ്ങും. അത് സാരമില്ല, ഡബിൾ ഫുഡ് കഴിക്കേണ്ടി വരും, അത്ര തന്നെ. ഞാൻ നിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈ പ്ലേറ്റ് മുഴുവൻ കാലിയാക്കും. നിനക്കതെല്ലാം വിശക്കുന്നില്ലേ? അബി ചെറിയ ചെറിയ പീസ് മതി. ചെറുതാണ്, ഇതിലെ പനീറാണ് വലുത്. വാർന്നേ. നിക്ക് തനു. നീ എന്തെങ്കിലും നോക്കിക്കുന്നേ? പോയി നിന്റെ കൂട്ടുകാരിക്ക് വെള്ളം കൊണ്ടു കൊടുക്കും. നിന്നോടെല്ലാം പറഞ്ഞപ്പോ നീ ഞങ്ങളെ സഹായിച്ചില്ലേ? അതുപോലെ അമ്മയെല്ലാം അറിഞ്ഞു കഴിഞ്ഞാ, അതായത് ചേച്ചി നാടകം കളിക്കുകയാണെന്നും ചേച്ചി മാറിയിട്ടില്ലെന്നും, എങ്കിൽ അമ്മയ്ക്ക് എന്തുമാത്രം സന്തോഷമാകും. അമ്മ നമ്മളെ സഹായിക്കുകയും ചെയ്യും. നിനക്കറിയില്ല നീ ഇപ്പൊ എന്താ ഈ പറയുന്നതെന്ന്. നിന്റെ അമ്മയ്ക്ക് ഓൾറെഡി ഒരു തവണ അറ്റാക്ക് ഉണ്ടായതാണ്. ഇതുകൂടി കേട്ട് കഴിയുമ്പോ ആന്റിക്ക് ഷോക്ക് ആയാലോ? അമ്മ ഷോക്കിലാണ് ജീവിക്കുന്നത്. നീ എന്താ പ്രണവത് മനസ്സിലാക്കാത്തെ? അമ്മ ഇപ്പൊ ഇതൊക്കെ മനസ്സിലാക്കുന്നുവോ? അതായത് ചേച്ചി ഒട്ടും മാറിയിട്ടില്ലെന്നും ഇതൊക്കെ തനുവിനെയും ആലിയെയും എക്സ്പോസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണെന്നും അമ്മ അറിഞ്ഞ് അമ്മ നമ്മളോടൊപ്പം നിൽക്കുകയും ചെയ്യും, നമ്മളെ സപ്പോർട്ട് ചെയ്യും. വൈ ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ് പ്രണവ്? ഐ തിങ്ക് നമ്മളെല്ലാം അമ്മയോട് പറയണം. ശരി, ബട്ട് ആദ്യം നമുക്ക് അച്ഛമ്മയോടും പ്രിയച്ചോടും സംസാരിക്കാം. ഈ പ്ലാൻ അച്ഛമ്മയുടേതാണെങ്കിൽ അച്ഛമ്മ തന്നെ പറയും നമ്മുടേത് അമ്മയോട് പറയണോ അതോ വേണ്ടയോ എന്നുള്ള കാര്യം. എന്ത് പറയുന്നു നീ? പറയാ. ശരി. അലിയ, ഐ ആം സോ ഹാപ്പി. അലി, യു നോ വാട്ട്? ഞാൻ നിന്നോട് ശരിക്കും സംസാരിക്കാനേ പാടില്ല. ഇങ്ങനെ ആരെങ്കിലും എവിടേക്കെങ്കിലും പോവോ എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട്? നിനക്കറിയോ ഞാൻ ഇവിടെ എങ്ങനെ ജീവിച്ചെന്ന്, എന്തുമാത്രം കഷ്ടപ്പെട്ടെന്ന്? നിനക്ക് നിന്റെ കാര്യം മാത്രം മതിയല്ലോ, എങ്ങോട്ടെങ്കിലും പോയാൽ മതിയല്ലോ. യു ആർ സോ സെൽഫിഷ്. ഐ ഹേറ്റ് യു. You know what? Why don't you just calm down? ഞാനിത് ഇപ്പൊ വന്നതേ ഉള്ളൂ. ഇതാണ് ഒരാളെ വെൽക്കം ചെയ്യാനുള്ള മര്യാദ? ട്രാവൽ കഴിഞ്ഞ് വന്നതാ, തളർന്നിരിക്കുക. വേറെന്തെങ്കിലും ചോദിച്ചൂടെ നിനക്ക്? I mean like Tanu sweetheart, where are your etiquettes? Where is your courtesy? Courtesy? I'm so sorry. പ്ലീസ് മാഡം, വന്നാലും ഇരുന്നാലും എന്താ കുടിക്കുന്നത് താങ്കൾ? ചായ, കോഫി, കോക്ടെയിൽ, ജ്യൂസ്? You know what? നിന്നെ കൊണ്ടൊന്നും ഞാൻ വെയിറ്റ് ചെയ്ത് തന്നെ ആയിരുന്നു. നീ മറന്നു പോയോ ആ നിഖിലിനെ? ആദ്യം മുതലേ ഭ്രാന്തനാ. എന്നെ കാണുമ്പോ അവന് ഭ്രാന്ത് പിന്നെയും കൂടും. സുമംഗലി വ്രതം വന്നതും അവൻ എന്റെ ഭർത്താവായങ്ങ് മാറി. ഓർഡർ ചെയ്യുന്നത് കണ്ടാ തോന്നും ഇനി അവൻ പറയുന്നതൊന്നും ഞാൻ അനുസരിച്ചില്ലെങ്കിൽ അവൻ എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയില്ല. നീ എന്തിനാ തനു അവനെ വീട്ടിൽ വരാൻ സമ്മതിച്ചേ? അതെ, അവനെ ഞാൻ വിളിച്ചു വരുത്തിയതല്ലേ. വരൂ നിഖിൽ, വെൽക്കം. അവന് ഞാൻ എന്തിനാ വിളിക്കുന്നത്? അവൻ സ്വയം വന്നതാ. അവൻ അബിയുടെ പെറ്റായിട്ടാ നടപ്പ്. അവനോട് എങ്ങനെയൊന്ന് പോവാൻ പറയാ. എനിവേസ്, ഈ രാജേട്ടൻ എവിടെയാ? എനിക്കറിയില്ല. എനിക്കതറിയേണ്ട ഒരു ആവശ്യമില്ല. ഏത് സമയത്ത് എന്നെ വഴക്ക് പറയും, എന്നെ കളിയാക്കുക ഒക്കെ ചെയ്യും. ഐ ജസ്റ്റ് ഹേറ്റ് ഹിം. ജസ്റ്റ് റിലാക്സ്. ഓക്കേ, ഇനി നീ പറയാ എന്താ ചെയ്യേണ്ടെന്ന്. അലിയ, എനിക്ക് ആദ്യം തന്നെ ആ പ്രിയോട് അവൾ വ്രതം മുറിക്കാനുള്ള ചടങ്ങുകളൊക്കെ ചെയ്തേ. പക്ഷേ നടന്നതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോ എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോ എന്താണാവോ ആലോചിച്ചു കൂട്ടുന്നത്? മുഖാമ്പോ എന്തിനാ വിളിക്കുന്നത്? എന്ത് ചോദിക്കാനാണാവോ? ഓർമ്മയിൽ ഉറപ്പായും എന്തോ കുഴപ്പമുണ്ട്. അതുകൊണ്ടാ ഇങ്ങനെ നോക്കുന്നത്. നീ നേരത്തെ അവിടെ ചെയ്ത ചടങ്ങുകളൊക്കെ എന്തിനായിരുന്നു? ആ സമയത്ത് ദാഹിച്ചു. രാവിലെ ഒരുപാട് കഴിച്ചതല്ലേ, വെള്ളം വേണമെന്നുണ്ടായിരുന്നു. ചുമ വന്നു, അതുകൊണ്ട് വെള്ളം വാങ്ങി കുടിച്ചു. അപ്പോ ബാക്കിയെല്ലാം? തനുവിന്റെ ഷോളിൽ കൂടി ചന്ദ്രനെ നോക്കിയത്, അവളുടെ തട്ടത്തിൽ നിന്ന് ആരതി ചെയ്തത്, എന്റെ കൈ കൊണ്ട് മധുരം കഴിച്ചത്, അതൊക്കെ എന്തിനായിരുന്നു? നിങ്ങള് ഓരോന്ന് ആലോചിച്ച് കൂട്ടുക. എന്തെങ്കിലും കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങ് വിചാരിച്ചോളൂ. ശരി, ഞാൻ സമ്മതിക്കാം. അതെല്ലാം എന്റെ അസംഷൻസും കോയിൻസിഡൻസും ആയിരുന്നു. പക്ഷെ അതെല്ലാം അപ്പോൾ നടന്നതെന്താ? ഞാൻ തനുവിന്റെ വ്രതം മുറിക്കുമ്പോൾ തന്നെ. എത്ര നേരമായി ഞാൻ ആലയെ വെയിറ്റ് ചെയ്യുന്നു. അവൾ
അവൾ വന്ന കുറച്ച് ഹെൽപ്പ് ആവുമായിരുന്നു എനിക്ക്. പക്ഷെ ഇല്ല, ഞാൻ തന്നെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം. ഏറ്റവും ആദ്യം എനിക്ക് അബിയുടെ മൂഡ് ശരിയാക്കണം. ലാസ്റ്റ് നൈറ്റ് അത്ര അപ്സെറ്റ് ആയിരുന്നു അവൻ. ഈ സമയം അവൻ എവിടെയായിരിക്കും? അവന്റെ റൂമിൽ കാണുമായിരിക്കും. പക്ഷെ അവിടെ പ്രിയ ഉണ്ടാവുമായിരിക്കും. അവളുടെ മുന്നിൽ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. പത്മ, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. നിന്റെ സാറിനെ കുറിച്ച് അറിയാൻ ഒരിക്കലും ശ്രമിച്ചിട്ടേ ഇല്ല. അല്ല, നീ എന്താ വിചാരിച്ചേ? നീ ഒരു പെണ്ണായതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുന്നു? ഞാൻ ഒരാളെ സ്നേഹിക്കുന്നതിനും വിശ്വസിക്കുന്നതിനും ഒരു രീതിയുണ്ട്. ഇനി ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ വെറുതെ നിന്ന് ടൈം കളയില്ലേ തനു. ഓൾറൈറ്റ്? അബി പ്ലീസ്, ഇത്രയ്ക്ക് റൂഡ് ആവരുത്. ഞാൻ നിന്നോട് സോറി പറഞ്ഞില്ലേ? പക്ഷെ തെറ്റ് നിന്റെയും കൂടിയല്ലേ. നീ എന്റെ ഫാസ്റ്റിംഗ് മുറിച്ച് തന്നില്ലല്ലോ. നോക്ക്, നീ വ്രതം എടുത്താലും ഇല്ലെങ്കിലും എന്നെ ബാധിക്കുന്ന കാര്യമല്ല അത്. വ്രതം എടുക്കുന്നതിലല്ല, അത് ആർക്കു വേണ്ടി എടുക്കുന്നു എന്നതിലാ കാര്യം. മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിച്ചോണ്ടാണോ നിനക്ക് നിന്റെ വ്രതം മുറിക്കേണ്ടത്? യു ജസ്റ്റ് ലീവ് മീ അലോൺ. എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണം. നമുക്ക് രണ്ടുപേർക്കും അതാ നല്ലത്. അബിക്ക് തോന്നണം അത് പ്രിയ ചെയ്തേന്ന്. അപ്പൊ അവൻ അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും. യെസ്. എന്താ ചെയ്യാ ഞാൻ? എന്ത് സാധനം നശിപ്പിക്കുക? ഇത് നശിപ്പിച്ച ഒന്നും സംഭവിക്കില്ല. വേറെന്തെങ്കിലും നശിപ്പിക്കണം. അത് കണ്ടാലുടനെ അബി പ്രിയയുടെ തലയടിച്ചു പൊട്ടിക്കണം. യെസ്. ഇതാണ് ആ സാധനം. ഇത് പൊട്ടിയാൽ അബിക്ക് വിഷമാവും. ഇതിനെ പൊട്ടിച്ചു കളയാം. എനിക്ക് ഈ കണ്ണട പ്രിയയുടെ എന്തെങ്കിലും സാധനം കൊണ്ട് പൊട്ടിക്കണം. എന്നാലും അബിക്ക് വിശ്വാസമാവും ഇത് പ്രിയ പൊട്ടിച്ചെന്ന്. ഐ വിഷ് നിന്റെ കണ്ണുകളെ എനിക്ക് ഇങ്ങനെയൊന്ന് പൊട്ടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ബട്ട് യു നോ വാട്ട്? ഇന്നത്തേക്ക് അബിക്ക് ഇത് തന്നെ ധാരാളം. ഇനി കാണാൻ പോരും എന്റെ ചെറിയൊരു തീപ്പൊരി ഈ വീടിന് എങ്ങനെ തീപിടുത്തമാവുമെന്ന്. പാടില്ലെന്ന് എന്റെ അമ്മയുടെ മുന്നിൽ ചെന്ന് നിന്ന് പറയണമെന്നുണ്ട്. അമ്മ പഠിപ്പിച്ചതൊന്നും ഞാൻ മറന്നിട്ടില്ലെന്ന്. പക്ഷെ ബുൾബുൾ, നമ്മൾ നമ്മുടെ ഈ പ്ലാനിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം സഹിച്ചേ പറ്റുമോളെ. ബുൾബുൾ നോക്ക്, ഈ പ്ലാൻ വിജയിക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും തനിയെ ശരിയായിക്കൊള്ളും മോളെ. നീ വലിയ കുട്ടിയായി ബുൾബുൾ. നിനക്ക് എന്ത് ശരിയെന്ന് തോന്നുന്നോ അത് നീ ചെയ്തോളൂ. പക്ഷെ എന്നോട് നീ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായും വേണ്ടെന്നേ പറയൂ. Sorry. ഇന്ന് അവൾ എന്തായാലും മുറുക്കി പുറത്തു കിടന്നാൽ മതി. ഇനി അവളെ എത്രയൊക്കെ വിളിച്ചാലും ബഹളം വെച്ചാലും ഞാൻ ഈ വാതിൽ തുറക്കില്ല. പ്രിയയുടെ റൂമിൽ അത് പൊട്ടിത്തെറിക്കാൻ കാത്തിരിക്കുമായിരുന്നു. തനു, നീ എന്തൊക്കെയായി പറയുന്നത്? ഏത് ദീപാവലിയുടെ ബോംബ്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല തനു. കുറച്ചൊന്ന് കാത്തിരിക്കുക, എല്ലാം മനസ്സിലായിക്കോളും. ഒരു മിനിറ്റ്, ഞാൻ എന്തിനാ കാത്തിരിക്കുന്നത്? നേരെ ചൊവ്വ ഒന്ന് പറയൂ തനു, എന്താ നടക്കുന്നത്? പ്ലീസ്. അത് ശരി, ഇതേ ചോദ്യം ഞാൻ നിന്നോടും രാജേട്ടനോടും ചോദിക്കുമ്പോ എന്നോട് പറഞ്ഞിരുന്നത് തനു പ്ലീസ് പേഷ്യൻസ് പേഷ്യൻസ്. ഇപ്പൊ നിന്റെ പേഷ്യൻസ് എവിടെ പോയാലിയാ? ഓ പ്ലീസ്,
എനിക്ക് നല്ല പേഷ്യൻസ് ഉണ്ട്. ദ ഓൺലി തിങ് ഐ എം വറീഡ് ഇസ് നീ ഇനി എന്തെങ്കിലും പുലിവാലി പിടിച്ചിട്ടുണ്ടോന്ന്. അതിന്റെ ബാക്കി ഞാനല്ലേ അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാ ചോദിച്ചത്. ആ അപ്പൊ ഞാൻ ഇഡിയറ്റ് അല്ലേ? എനിക്ക് ബുദ്ധിയില്ലല്ലോ. എല്ലാ ബുദ്ധിയും നിനക്കല്ലേ ഉള്ളത്. യുനോ വാട്ട്, നീ എന്ത് വേണമെങ്കിലും ചിന്തിച്ചോ. ഞാൻ നിന്നോടൊന്നും പറയാൻ പോകുന്നില്ല. കുറച്ചു നേരം വെയിറ്റ് ചെയ്യേ. എല്ലാം മനസ്സിലായി. ഞാനല്ല ചെയ്തെങ്കിൽ പിന്നെ ആരാ ചെയ്തത്? പറയേ. നിനക്ക് തെറ്റ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായെങ്കിൽ അത് സമ്മതിക്കാനുള്ള ധൈര്യം കൂടി ഉണ്ടാവണം. ഇത് വെറും ഒരു കണ്ണടയല്ലേ? ഇത് പൊട്ടിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? സന്തോഷം കിട്ടും നിനക്ക്. നിനക്കറിയാവുന്ന കാര്യമല്ലേ എനിക്ക് കണ്ണടയോട് വല്ലാത്ത അറ്റാച്ച്മെന്റ് ആണെന്ന്. ഓ, ഞാൻ സന്തോഷിക്കുന്നത് നിനക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മനഃപൂർവ്വം ചെയ്താ നീ ഇതൊക്കെ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വഷളാക്കുക. ആവശ്യമില്ലാത്തത് ഇതെന്റെ ബലൂണിന്റെ കണ്ണടയാണ്. ഇത് ഇതെന്റെ കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ അടയാളമായിരുന്നു. ഈ കണ്ണട പൊട്ടിച്ചത് ഞാനല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് വരെ, അത് നിങ്ങളുടെ മുന്നിൽ തെളിയുന്നത് വരെ ഞാൻ ഇനി നിങ്ങളോട് സംസാരിക്കില്ല. യെസ് തനു, നീ അത് ചെയ്തിരിക്കുന്നു. ഇത് വെറും ഒരു തുടക്കം മാത്ര. എനിക്കിപ്പോ മനസ്സിലായി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ശരി, നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നു നിങ്ങൾ ചെയ്തോളൂ. ഞാനല്ല ഈ കണ്ണട പൊട്ടിച്ചതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് വരെ, അത് തെളിയുന്നത് വരെ ഞാൻ നിങ്ങളോട് സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കാം. It is over. ഇത്രയും വേഗത്തിൽ തന്നെ അവൾക്ക് എല്ലാം നഷ്ടമാവും. പക്ഷെ അബിയെ കൊണ്ട് എങ്ങനെ ഇതൊക്കെ ഒന്ന് ചെയ്തെടുക്കുന്നത്? അവൻ ഇതൊക്കെ കേൾക്കുമ്പോ ചിലപ്പോ സമ്മതിച്ചെന്ന് വരില്ല. പിന്നെ ആരെ കൊണ്ട് അബിയെ കൺവിൻസ് ചെയ്യിപ്പിക്കുക? യെസ്, ആലിയക്ക് ഇത് ചെയ്യാൻ കഴിയും. അബിയുടെ സഹോദരി ആയതുകൊണ്ട് അവക്ക് ഈസിയായി അബിയെ കൺവിൻസ് ചെയ്യാൻ പറ്റും. ആലിയ, എന്തു പറ്റി? നീ എന്താ ഇവിടെ വന്നേ? അവിടുത്തെ ഷോ അവസാനിച്ചോ? ആലിയ, യു വോണ്ട് ബിലീവ് മീ. എന്റെ കണ്ണുകൊണ്ട് ഞാൻ എന്താ കണ്ടെന്ന്. ഞാൻ കണ്ട കാര്യം, അത് കണ്ടപ്പോ എനിക്കൊരു ഐഡിയ തോന്നി. അതൊരിക്കലും ഫെയിൽ ആവില്ല. അതിന് നീ എന്താ അവിടെ കണ്ടേ? യു നോ വാട്ട്, ഞാൻ പ്രിയ കരയുന്നത് കണ്ടു. റിലേഷൻ ഇപ്പൊ പഴയതുപോലൊന്നും അല്ല. We don't share that equation anymore. അതുകൊണ്ട് നിനക്ക് ഐഡിയ ഇഷ്ടപ്പെട്ടില്ലേ? ഐഡിയ ഈസ് ബ്രില്യന്റ്. പക്ഷെ അത് അപ്രോച്ച് ചെയ്യാൻ ഐ ആം നോട്ട് ദ റൈറ്റ് ചോയ്സ്. പിന്നെ ആരാ? അച്ഛമ്മ. ഐഡിയ നല്ലത് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം നിന്റെ തലയ്ക്ക് കുഴപ്പമില്ലെന്നല്ല. എനിക്ക് തോന്നുന്നത് ശരിക്കും നിന്റെ തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാ. അച്ഛമ്മ ഒരിക്കലും ഇത് ചെയ്യാൻ പോകുന്നില്ല. അച്ഛമ്മ എന്തുകൊണ്ടാ നമ്മളെ ഹെൽപ്പ് ചെയ്യാത്തെ? ഓ തനു, അവരൊക്കെ ട്രഡീഷണൽ ആണ്. പിന്നെ അവരൊരിക്കലും നമ്മൾ പറയുന്നത് കേട്ട് കൺവിൻസ്ഡ് ആവില്ല. അവര് നമ്മുടെ സൈഡ് നിൽക്കാനും പോകുന്നില്ല. ഇതൊന്നും നീ ചിന്തിക്കില്ല, പക്ഷെ ഞാൻ ചിന്തിക്കും. ഓക്കെ, എന്നോട് സംസാരിക്കില്ല, ഞാൻ അങ്ങോട്ടും. എനിക്കറിയാം എന്തെങ്കിലും ഒരു കാരണം അദ്ദേഹം കണ്ടുപിടിക്കും എന്നോട് സംസാരിക്കാനായിട്ട്. ആ, പിന്നെ നീ അവനോട് സംസാരിക്കാൻ വേണ്ടി ഒരിക്കലും കാരണങ്ങൾ കണ്ടുപിടിക്കാറേ ഇല്ലല്ലോ, അല്ലേ? ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? വിട്ടുകള. എല്ലാവർക്കും അറിയാം ഞാൻ പേരിന് മാത്രമുള്ള അച്ഛമ്മയല്ല, ശരിക്കുള്ള അച്ഛമ്മയാണ്. അവന് നിന്നോട് വഴക്കുണ്ടാക്കാതെയും ഇരിക്കാൻ പറ്റില്ല. നിനക്കും അവനോട് സംസാരിക്കാതെ ഇരിക്കാനും പറ്റില്ല. പറയ്, ആണോ അല്ലയോ? ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ. പ്ലീസ് ആന്റി, പ്ലീസ്. നിങ്ങൾക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. പക്ഷെ അബി ഇതൊക്കെ അറിഞ്ഞ ഒരു തവണ അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക്. എന്താന്നോ, ഞങ്ങളുടെ കയ്യിലിപ്പം ഈ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. പിന്നീട് ഞങ്ങൾക്ക് തോന്നരുതല്ലോ ഒരു വഴി ഉണ്ടായിട്ടും അത് ഞങ്ങൾ ഉപയോഗിച്ചില്ലെന്ന്. അതിനുശേഷം എന്തായാലും ജീവിതം മുഴുവനും കണ്ണുനീര് മാത്രമായിരിക്കും ആന്റി. പ്ലീസ് ആന്റി. ആന്റി പ്ലീസ് സമ്മതിക്കുന്നേ. പ്ലീസ് 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 പ്ലീസ്. ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ. ഞാനൊന്ന് ആലോചിക്കട്ടെ. ചില ആളുകൾക്ക് മറ്റുള്ളവർ പറയുന്നതും കാണുന്നതും ഒക്കെ ആ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഒരിക്കലും സത്യം മനസ്സിലാവൂല. ഇങ്ങനെ സംഭവിക്കാമല്ലോ. സ്വന്തം കയ്യിൽ നിന്ന് തന്നെ സംഭവിച്ച പിഴവ് കൊണ്ട് താഴെ വീണ് അത് പൊട്ടിപ്പോയതാണെങ്കിലോ? പത്മാ, എനിക്ക് ബോധം പോയാലുണ്ടല്ലോ സാധനങ്ങൾ മാത്രമല്ല തലയും കൂടെ ഞാൻ അടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞേക്ക്. അതുകൊണ്ട് ബബ്ബന്ന് അടിക്കാതെ ഇവിടുന്ന് സ്റ്റാൻഡ് വിട്ട് പോകാൻ പറ. റോണി, ഫോളോ മീ. Hey, high five. Down below. Too slow.
ഇവിടെ നിനക്കെന്താ കാര്യം? ഗോ. ഭയങ്കര സ്മാർട്ടാണെന്ന് അവളെ വിചാരം. എന്നിട്ട് സ്നേഹം അഭിനയിക്കണം, അവള് ദേഷ്യപ്പെടുമ്പോഴൊക്കെ സ്വീറ്റി ക്യൂട്ട് ടെഡി ബെയറിനെ പോലെ അവളുടെ പിന്നാലെ അലയണം അല്ലേ? ഒരെണ്ണം തന്നാലുണ്ടല്ലോ. അബി, പക്ഷെ അതിലിപ്പോ എന്താ തെറ്റ്? ആന്റി, ആന്റിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഒന്നുമില്ലെങ്കിൽ ഞാനൊരു റോക്ക് സ്റ്റാർ അല്ലേ? എനിക്ക് അവളെ കാണുമ്പോ തന്നെ ദേഷ്യം വരും. പിന്നെ അവളെ ഞാൻ എങ്ങനെ സ്നേഹിക്കുന്ന? നിനക്ക് ശ്രമിച്ചു നോക്കാലോ. എങ്ങനെ ശ്രമിക്കാൻ ആന്റി? എനിക്ക് പറ്റില്ല. പിന്നെ നിനക്ക് നമ്മൾ തമ്മിലുള്ള ബന്ധം നന്നായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മേലാൽ ഇമാതിരിയുള്ള ഐഡിയയുമായിട്ട് വരരുത്. എക്സ്ക്യൂസ് മീ. ആ ലേഡി മൊഗാമ്പയെ സ്നേഹിക്കുന്നതിനെക്കാട്ടി നല്ലതേ ഈ റോക്ക് സ്റ്റാർ അബി അന്തസ്സോടെ അങ്ങ് മരിക്കുന്നതാ. ചെയ്യാൻ സാധിച്ചില്ല. യു ആർ റൈറ്റ്. നിങ്ങൾ മാത്രമാണ് സെൻസിബിൾ. ഞാനൊക്കെ വെറും. തനു പ്ലീസ്, എല്ലാ കാര്യങ്ങളും കയറി ഏറ്റെടുക്കരുത്. സീരിയസ് ഡിസ്കഷൻ നടക്കുന്നത് കാണുന്നില്ലേ? നിങ്ങൾ എന്താ ചെയ്തേ? ഞാനാണെങ്കിൽ ഒരാളെ ഹയർ ചെയ്തിട്ടാ പോയത്. പുറകിൽ നിന്ന് എല്ലാം പ്ലാൻ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തിട്ടാ പോയത്. പക്ഷെ നിങ്ങൾക്ക് അതും ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. അതും പൂർണ്ണമായിട്ടും തകടം പറഞ്ഞു. നീ ഏൽപ്പിച്ച ആള് കൊള്ളാം. ഒരു മണ്ടനായിരുന്നു അയാള്. വെറും മണ്ടനായിരുന്നു ആലിയ. എന്ത് ജോലി പറഞ്ഞാലും അതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്യൂ. നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നല്ലോ എന്ന് ആശ്വസിക്കുക. കാരണം നമ്മൾ കുടുങ്ങാനുള്ള ഫുൾ പ്രൂഫും അവൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പ്ലീസ് ഗൈസ്, ഇനി അതെല്ലാം മറന്നു കളയൂ. എന്നിട്ട് ആലോചിക്കൂ ഇനി എങ്ങനെ മുന്നോട്ട് പോണോന്ന്. സ്നേഹിക്കാൻ. പക്ഷേ ഈ കണ്ണട എന്താണെന്ന് നിനക്കൊരിക്കലും മനസ്സിലാവില്ല. കഷ്ടകാലം വരുമ്പോൾ ഉപേക്ഷിച്ചു പോകുന്നതല്ല സ്നേഹം. ഏതവസ്ഥയിലും കൂടെ നിൽക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. നീ എന്തിനാ എന്നെ ഉപേക്ഷിച്ചു പോയത്? ഞാൻ നിന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നീ എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല? ആന്റിയുടെ ഇവിടുത്തെ ജോലി കഴിഞ്ഞെങ്കിൽ ഞാൻ വേറെ ജോലി തരട്ടെ. ശരി ശരി. ഈ പൂജ കഴിയുന്നത് വരെ മാത്രമേ അവന്റെ കൂടെ ഇരിക്കാവൂ. അതിനുശേഷം നിന്നെ ഞാൻ അവിടെ കാണരുത്. മനസ്സിലായോ? എനിക്കൊരു താല്പര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ പേരക്കുട്ടിയോട് പറഞ്ഞോളൂ. ഞാൻ വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് ചെയ്യാ. ഇനി അത് കണ്ട് ഇമോഷണൽ ആയി എന്റെ പുറകെ കറങ്ങി നടക്കരുതെന്ന്. എന്റെ ദൈവമേ, ഇദ്ദേഹത്തിന് വരാൻ കണ്ട ഒരു സമയം. അച്ചമ്മയ്ക്ക് അറിയാലോ ഈ ലോകം മുഴുവൻ അച്ചമ്മയുടെ പേരക്കുട്ടിയുടെ കൂടെയാണെന്ന്. കുറെ ആൾക്കാർ അത് മുതലെടുത്ത് എന്റെ കൂടെ കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവർക്ക് എന്റെ ഇമേജ് മാത്രമേ നോട്ടുള്ളൂ. പക്ഷെ എന്റെ വില അറിയില്ല. ഇങ്ങനെയുള്ള ആൾക്കാരുമായി സംസാരിച്ച് അച്ചമ്മ വെറുതെ ടൈം വേസ്റ്റ് ആക്കല്ലേ. ഞങ്ങളൊക്കെ തീരുമെങ്കിലോ? പ്രേം എന്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ലെറ്റ് മീ സീ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. പ്രിയ, വാ വാ. അവിടെ നിൽക്കും. ആരെങ്കിലും തുടങ്ങൂ. ആർക്കെങ്കിലും സ്വന്തം പ്രോബ്ലംസ് പറയാനുണ്ടോ? ഇദ്ദേഹം എല്ലാവരുടെയും പ്രോബ്ലം സോൾവ് ചെയ്യും. നിങ്ങളുടെ ദീപാവലി ഡെഫിനറ്റ്ലി നല്ല ഓർമ്മകൾ നിറഞ്ഞതായിരിക്കും. സ്വന്തമായി കരുതൂ. അതിഥിയല്ല, വീട്ടിലെ ഒരു ഫാമിലി മെമ്പർ, വീട്ടിലെ ഒരു അംഗം. സോ മിസ്റ്റർ പ്രേം, നിങ്ങൾ ശരിക്കും ആളുകളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാറുണ്ട്? എന്റെ പ്രോബ്ലംസ് ഒഴിച്ച് എനിക്ക് എല്ലാവരുടെയും പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ദൈവം എനിക്ക് തന്നൊരു വരമാണത്. ഫാന്റാസ്റ്റിക്. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ആക്ച്വലി ഒറ്റ പ്രോബ്ലമേ ഉള്ളൂ. അത് ഞാൻ നിങ്ങളോട് പറയാം. ഒരു പ്രോബ്ലമേ ഉള്ളൂ ഇവിടെ. ആ പ്രോബ്ലം മറ്റാരുമല്ല, ഈ പ്രിയയാണ്. എന്റെ ഏട്ടന്റെ പ്രോപ്പർട്ടി, വീട്, പണം എല്ലാം ഇവളുടെ പേരിലേക്ക് മാറ്റി. ഞങ്ങളെയൊക്കെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് അതൊന്നും ഊഹിക്കാൻ പോലും കഴിയില്ല. ആൾക്കാരുടെ പ്രായവും ആരോഗ്യവും ഒന്നും ഇവൾക്ക് പ്രശ്നമല്ല. എല്ലാവരെയും കൊണ്ട് വീട്ടിലെ പണി എടുപ്പിച്ചുകൊണ്ടിരിക്കുക. പണം ലാഭിക്കാനെന്ന് പറഞ്ഞ് പണി എടുപ്പിക്കാൻ ഞങ്ങളെ. എന്താ ഞാൻ പറയുന്നത് ശരിയല്ലേ? പ്രേം സർ, ഇവള് കാരണം ഞങ്ങളുടെ വിവാഹം നടക്കാത്തത്. അതുകൊണ്ട് ഈ പ്രോബ്ലം സോൾവ് ആയ ഞങ്ങളുടെ എല്ലാ പ്രോബ്ലം സോൾവ് ആവും. പുറത്തുനിന്ന് വന്നവരോട് ഇതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? അതിനിപ്പോ എന്താ? സ്വന്തക്കാർ ചതിക്കുമ്പോൾ പുറത്തു നിന്നുള്ളവർ നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടി വരും.
ശത്രുവിനെ തകർക്കാൻ എന്തൊക്കെ രീതികളാണ് ഉപയോഗിക്കുന്നതെന്ന്. അയ്യോ ചേച്ചി, ചേച്ചി ഞാനത് ഓർത്തതേ ഇല്ല. അതാണല്ലോ എപ്പോഴും ആലോചിച്ച് മാത്രം സംസാരിക്കുന്ന ഇന്ദുവിന്റെ ബുദ്ധിയുണ്ടല്ലോ, ചിലപ്പോഴൊക്കെ മരവിച്ചു പോകും. അപ്പോഴാണ് ഇതുപോലത്തെ ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് വരുന്നത്. സമ്മതിച്ചു ചേച്ചി, എനിക്ക് ചേച്ചിയുടെ അത്രയും കാര്യപ്രാപ്തിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട് ചേച്ചി, ആ പയ്യന്റെ മുഖം കണ്ടാൽ അറിയാൻ സംസ്കാരമുള്ളവനാണെന്ന്. ചേച്ചി, അവൻ നമ്മളെ സഹായിക്കാൻ വന്നതല്ലേ. എന്നാ പിന്നെ നടക്കട്ടെ. ഇതിന്റെ ഉത്തരവാദിത്തം നീ തന്നെ എടുത്താൽ മതി. നാളെ ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാനും ഇതേ പറയൂ, എല്ലാത്തിന്റെയും ഉത്തരവാദിത്വം ഇന്ദുവിനാണെന്ന്. പിന്നെ അഭിയുടെ ദേഷ്യം നീ തന്നെ തീർത്തു. ചേച്ചി ചേച്ചി ചേച്ചി, പൂജ ചെയ്യേണ്ടത് ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന. തനുവിന് അത് ചെയ്യാൻ കഴിയില്ല, പ്രഗ്നന്റാ. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ഒപ്പം ഇരുന്നേ പറ്റൂ. ഓക്കെ? അച്ഛമ്മ സമ്മതിച്ചു? എന്തുകൊണ്ട് സമ്മതിക്കില്ല? നീ ഒരു കാര്യം ചെയ്യ്, എത്രയും വേഗം അദ്ദേഹത്തെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്ക. പൂജ സമയത്ത് എന്നോടൊപ്പം ഇരിക്കാൻ. മനസ്സിലായല്ലോ? ഞാൻ റൂമിലേക്ക് പോവാം. തിരിച്ചു വരുമ്പോഴേക്കും ഏൽപ്പിച്ച കാര്യം ചെയ്തിരിക്കണം. ഓക്കെ ചേച്ചി. ഈ വീട്ടിൽ ഇത് എന്തൊക്കെയാ നടക്കുന്നേ? രണ്ടുപേരും നേരിട്ട് കണ്ടാൽ അടിയാ, പരസ്പരം സംസാരിക്കാൻ പോലും ഇഷ്ടമില്ല. എന്നിട്ട് ഇപ്പോ ഒരുമിച്ച് പൂജയ്ക്കിരിക്കണമെന്നോ? പക്ഷെ വീട്ടിലാർക്കും ഒബ്ജക്ഷനും ഇല്ല. അത് ശരി, ഈ പ്ലാനിംഗ് ആണല്ലേ ശത്രുരാജ്യത്ത് നടക്കുന്നത്. ഇപ്പൊ തന്നെ സാറിനോട് സാറിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ വേണ്ടി. അവൾക്ക് ഇത്രയ്ക്ക് ധൈര്യം. ഞാനിപ്പോ അവളോട് സംസാരിക്കാത്തോണ്ട് എന്നെ ടോർച്ചർ ചെയ്യാൻ പുതിയ വഴി കണ്ടെത്തുക. ഗുഡ് ജോബ് പത്മ. ഞാൻ നിന്റെ സാലറി 5% വർദ്ധിപ്പിക്കുന്നുണ്ട്. ഓക്കോ? ആദ്യത്തെ സാലറി തന്നെ ഇതുവരെ കിട്ടിയിട്ടില്ല. മണ്ടിപ്പെണ്ണേ, എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ഇങ്ങനെ വിചാരിക്കേ, നിന്റെ ആദ്യത്തെ സാലറി ഉണ്ടല്ലോ, അതെന്റെ കയ്യിൽ സേഫ് ആയിട്ടുണ്ടെന്ന്. അതിന്റെ കൂടെ നിന്റെ ഇൻട്രസ്റ്റ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്. ഈ എല്ലാ ക്യാഷും കൂടെ നിനക്ക് ഒരുമിച്ചാ കിട്ടാൻ പോകുന്നത് പത്മ. നീ അത്രയും പണം ഒരുമിച്ച് എന്ത് ചെയ്യും? നീ അതൊന്ന് ആലോചിച്ചേ. അപ്പോഴേക്കും ആ മുഖാമ്പയെ കണ്ടിട്ട് ഞാൻ വരാം. മനസ്സിലായോ നിനക്ക്? അതുകൊണ്ട് ഫോൺ വെക്ക. നീ ഇതെന്താ ചെയ്തത്? നിനക്കറിയില്ല അവൻ ഏത് തരത്തിലുള്ള ആളാണെന്ന്. അവന് ദേഷ്യം വന്ന, അവന് വാശി കയറി കഴിഞ്ഞാൽ അവൻ ഇവിടെ വന്ന് പിന്നെ എന്തൊക്കെ ചെയ്യുന്ന അറിയില്ല. അല്ലെ നീ മനസ്സിലാക്ക്. റിലാക്സ് തന്നെ. എനിക്ക് നന്നായിട്ട് അറിയാം അവന്റെ സ്വഭാവം. അവൻ എന്തെങ്കിലും പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാനായിരുന്നെങ്കിൽ ഈ ഡീലിന് സമ്മതിക്കുവോ? അവൻ അവന്റെ ഇമ്പോർട്ടൻസ് കാണിക്കാൻ നോക്കുന്നതാ, വേറൊന്നുമല്ല. അല്ലെ നിനക്കറിയില്ല, അവനൊരു സൈക്കോ ആണ്. അപ്പൊ അങ്ങനത്തെ ആൾക്കാരുടെ ഭ്രാന്ത് മാറ്റാൻ ആലിക്ക് വളരെ നന്നായിട്ട് അറിയാം. യു ജസ്റ്റ് റിലാക്സ്. എന്നിട്ട് നീ നിന്റെ ശ്രദ്ധ ഏട്ടനുമായിട്ട് അടുക്കാൻ മാത്രം ഉപയോഗിക്കാം. കാരണം ഏട്ടൻ നിന്റെ കയ്യിലായാലുണ്ടല്ലോ, പിന്നെ നമുക്ക് ഒന്നിനെ കുറിച്ചും ആലോചിക്കേണ്ടി വരില്ല. സെക്രട്ടറിയുടെ വാക്ക് കേട്ട എന്നോട് വഴക്കുണ്ടാക്കാൻ വരണ്ട. വഴക്കിന് ഞാനാണോ വന്നത്? ആ, നിങ്ങൾ തന്നെ വഴക്കുണ്ടാക്കാൻ വന്നത്. ഇനിയേ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഇനി പൂജ ചെയ്യാൻ ഇരുന്നില്ല എന്ന് വെച്ച് ലക്ഷ്മി ദേവിക്ക് ദേഷ്യം വന്നാലോ? അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണല്ലോ. എന്നെ ചതിച്ചിട്ട് നിന്റോടാണല്ലോ ഇരിക്കുന്നത്. പൂജ ചെയ്യുമ്പോഴേക്കും എന്റോടെ ഇറങ്ങി വരികയല്ലേ? നിഷേധിച്ച ചിലപ്പോ എന്നേക്കുമായിട്ട് പോയാലോ? ചിലപ്പോ ഇങ്ങനെ സംഭവിക്കാലോ. നിങ്ങൾ പൂജ ചെയ്യാൻ സമ്മതിച്ചാൽ നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വന്നാലോ? നീ എന്നെ പറഞ്ഞു പറ്റിക്കല്ലേ? അവസരം തന്നതാ. അല്ല, നീ ആരാണ് ഇതൊക്കെ ഡിസൈഡ് ചെയ്യാൻ? നീ വാ, നമുക്ക് പ്രേമിനോട് ചോദിക്കാം. പോയി ചോദിക്കാം, എനിക്കറിയാൻ പേടിയില്ല. വാ, നടക്ക്. നീ പറയുന്നതെല്ലാം അവൾ സമ്മതിക്കും. ഞാൻ പറയുന്നതെല്ലാം അവൾ സമ്മതിക്കോ? അപ്പൊ ഞാൻ എവിടെ സൈൻ ചെയ്യാൻ പറഞ്ഞാലും അവൾ സൈൻ ചെയ്യോ അല്ലേ? എന്നാൽ അവളെ കൊണ്ട് സൈൻ ചെയ്യിച്ച് എനിക്ക് എന്റെ എല്ലാ പ്രോപ്പർട്ടിയും തിരിച്ചു പിടിക്കാൻ പറ്റും. വാ, ഈ ഐഡിയ എനിക്ക് എന്തുകൊണ്ട് നേരത്തെ തോന്നിയില്ല. താങ്ക് യു സർ. സർ, യു ആർ എ ജീനിയസ്. നിങ്ങൾ എന്റെ വളരെ വലിയൊരു പ്രോബ്ലത്തിനാണ് സർ സൊല്യൂഷൻ തന്നത്, അതും വളരെ പെട്ടെന്ന്. എനിക്കറിയില്ല സർ ഞാൻ എങ്ങനെ നന്ദി പറയേണ്ടതെന്ന്. താങ്ക് യു നിന്ന് തുടങ്ങാം അല്ലേ? പിന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി ഇത്രയും ചെയ്തല്ലേ, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ ഗിഫ്റ്റ് തരാൻ പോവാ. നിങ്ങൾ ഒരു സെക്കൻഡ് നിൽക്കണേ. ഐ വിൽ ജസ്റ്റ് ബി ബാക്ക്. ഇവർക്ക് രണ്ടുപേർക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉള്ളതാണ്. ഇത് നിങ്ങൾക്കുള്ളതാ. ഡോണ്ട് വറി, നമ്മുടെ ലൈഫാണ്, അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. താങ്ക് യു സോ മച്ച്. ആൻഡ് താങ്ക് യു ടു. താങ്ക് യു. താങ്ക് യു. ഞാൻ നിങ്ങളോട് സ്നേഹത്തോട് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന്. തന
ഇത്രയും ക്യൂട്ടാവാതെ നോക്കണേ. അറിയാലോ നിനക്കെന്നെ പിടിച്ചേർത്താനാവില്ല കേട്ടോ. എന്റെ മനസ്സ് പറയുന്നു നിനക്കൊരു കിസ് തന്നാലോ. നീ എന്താ ഇങ്ങോട്ട് നോക്കുന്നത്? അങ്ങോട്ടെങ്ങനെ നോക്ക്. ഇവിടെ എന്താ? എന്തിനാ നോക്കുന്നേ? നീ വാ. അങ്ങോട്ട് തിരിഞ്ഞേ. നിനക്കറിയാവുന്നതല്ലേ പൂജയുടെ കാര്യം പറഞ്ഞപ്പോ തന്നെ അദ്ദേഹം അപ്സെറ്റ് ആയത്. യു ക്യാൻ ഡു ഇറ്റ് അബി. യു ആർ എ റോക്ക് സ്റ്റാർ. പക്ഷേ എങ്ങനെ ചെയ്യും ഞാനത്? പതുക്കെ പോയി പൊക്കിയെടുത്താലോ? വേണ്ട, അത് കുറച്ച് ഓവറായി പോവും. പിന്നെ എന്തു ചെയ്യും? അവളെ ഒന്ന് ഹെൽപ്പ് ചെയ്താലോ? പെണ്ണുങ്ങൾക്കല്ലേലും ഹെൽപ്പിംഗ് ബോയ്സിനോട് വല്ലാത്ത ഇഷ്ടമാണ്. നിങ്ങൾ എന്താ ഇവിടെ? എന്റെ കാര്യം എന്തായാലും നോക്കേണ്ടതില്ല. എന്തുമാത്രം വൃത്തികെട്ട കാര്യങ്ങളാ നിന്റെ തലയിൽ വരുന്നത്. മുകളിൽ വെച്ച് നീ എന്നോട് ചോദിച്ചു അബി ഇനി എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുമെന്ന്. ഇനി അത് പറയണമെങ്കിൽ കുറച്ച് ക്ഷമ വേണം. ക്ഷമ വേണം. എനിക്ക് എന്ത് ജോലി ഉള്ളത് വേറെ? ക്ഷമിച്ചു നിൽക്കാന്നല്ലാതെ. നോക്ക് മോളെ, നിന്റെ കൂടെ വേറെ ഏതെങ്കിലും ഒരു പെണ്ണുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ എങ്ങനെയായാലും പറയത്തില്ല. അതേ, ഒരു തവണയെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നീ? അഥവാ ഇനി അബി ഞാൻ പറയുന്ന കാര്യം മുഖവരയ്ക്ക് എടുത്ത ആ പ്രിയയെ കൊണ്ട് ഉപവാസം എടുപ്പിക്കാൻ നോക്കിയ ആ പ്രിയ അവളുടെ സ്നേഹം കൂടി ഉപവാസം എടുക്കുകയാണെങ്കിൽ പിന്നെ നിന്റെ കല്യാണം ഗോവിന്ദ. നിങ്ങൾ എന്താ പറയുന്നേ? ആന്റി പറയുന്നതെല്ലാം ശരിയായ കാര്യങ്ങളാ. നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ പ്രിയ ഒരു സൂത്രശാലിയായ പെണ്ണാണെന്ന്. നീ ആലോചിച്ചു, ഇനി ഈ മുഴുവൻ ഗെയിമും നിനക്കെതിരെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് ഏട്ടനും പോയി കളയും. പണി ഒപ്പിക്കാനുള്ള കർപ്പൂരം ഇടുന്ന പോലെ നിങ്ങൾ മൂന്നുപേരും കൂടെ ഇവിടെ നിന്ന് എന്ത് കാര്യമാണ് സംസാരിക്കുന്നത്? ഒരു സെക്കൻഡ്, കർപ്പൂരം? എന്റെ ഈശ്വര, കർപ്പൂരം എന്താണെന്നറിയില്ലേ? അത് കർപ്പൂരം എന്ന് പറഞ്ഞാൽ എന്താണെന്നോ? ആരുടെങ്കിലും തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവിടെ കർപ്പൂരത്തിന് തിരി കൊളുത്തുക എന്ന് പറയും. അതായത് രണ്ടാൾക്കാരിൽ കൂടുതൽ പേർ ഒരുമിച്ച് നിൽക്കാൻ പാടില്ല. ഇനി അഥവാ മൂന്നാമതൊരാൾ വന്നാണ്ടല്ലോ എങ്കിൽ പിന്നെ അയാളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ലാസ്റ്റ് വാർണിംഗ് ആണ്. ഇനി നിങ്ങൾ മൂന്നുപേരും ഒരുമിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടാലുണ്ടല്ലോ, ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നില്ല, സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് ഷൂട്ട് ചെയ്യും. Now dismiss. പ്രിയ കാരണം അവന് ഇത്ര അഹങ്കാരം. ഒരു തവണ നമ്മുടെ ജോലി പൂർത്തിയായ ഇവനെ ഞാനായിരിക്കും ഷൂട്ട്. ചേച്ചി, എനിക്ക് തോന്നുന്നത് ഇവള് പൈസയുടെ കാര്യം വന്നു കഴിഞ്ഞാൽ എല്ലാം മറന്നു പോകുന്ന. മാത്രമല്ല ഇവളുടെ കൈകൾ എത്ര ഭംഗിയായിരിക്കുന്നു. എത്ര ഭംഗിയായിട്ട് അവള് പൂക്കളം ഇട്ടിരിക്കുന്നേ. ദുഷ്ടന്മാരെ കുറിച്ച് പുകഴ്ത്തി പറയുന്നു, അതും എന്റെ അടുത്ത് വന്ന്. അല്ല ചേച്ചി, ഞാൻ എന്തിനാ അവളെ പുകഴ്ത്തി പറയണം? എന്താന്ന് വെച്ചാൽ ലക്ഷ്മി ദേവിയുടെ പൂജ ആയതുകൊണ്ട് അവള് നന്നായിട്ടൊന്ന് ജോലി ചെയ്യട്ടെ. വാവ് മാം, എന്തു ഭംഗിയുള്ള പൂക്കളമാണിത്. മാഡത്തിന് ഈ ടാലന്റും ഉണ്ടായിരുന്നോ? എനിക്കും കൂടെ ഒന്ന് പഠിപ്പിച്ചു തരുമോ പ്ലീസ്? ഇല്ല പത്മ, നീ ഇത് വിട്ടുകളാ. അതെന്താണെന്നറിയോ, നിന്നെ പോലുള്ള പെൺകുട്ടികൾക്ക് ലിപ്സ്റ്റിക്കും പിന്നെ നെയിൽ പോളിഷും ഒക്കെ ഇടാൻ നന്നായിട്ട് അറിയും. പൂക്കളൊക്കെ ഇടാനാവില്ല. കുഴപ്പമില്ല പത്മ, ഞാൻ നിന്നെ പഠിപ്പിച്ചുതരാം. ഞാൻ വഴക്കുണ്ടാക്കാൻ പോകുന്നില്ല, അപ്പോ അവളും വഴക്കിടില്ല. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിൽ നടക്കും. എനിക്ക് തോന്നുന്നില്ല ഇദ്ദേഹം ഇന്ന് പൂജയ്ക്ക് വന്നിരിക്കുമെന്ന്. എനിക്കും ഇത് തന്നെ ആദ്യമേ തോന്നിയത്. അതും അവൻ എന്തായാലും പൂജയ്ക്കിരിക്കില്ല എന്ന്. അപ്പൊ പൂജ നടക്കുമ്പോ അവനില്ല എന്നും പറഞ്ഞ് നമുക്ക് ലേറ്റാക്കാൻ പറ്റില്ലല്ലോ, ഇരുന്നേ പറ്റൂ. ശരി, വരൂ വരൂ എല്ലാവരും, പെട്ടെന്ന് വരൂ. എന്തിനാ നിൽക്കുന്നേ? പൂജ ആരംഭിക്കാം. പക്ഷെ ഈ വീട് എന്റേതാണല്ലോ. അതുമല്ല, ലക്ഷ്മി പൂജ ചെയ്യുന്നതിൽ നിന്ന് തന്നെ ആർക്കും തടയാൻ കഴിയില്ല. ആരുടെ പുറകിലാ? താ മോളെ. ഇല്ല, ഞാൻ നിന്റെ പുറകെ വന്നെന്തായാലും പൊട്ടിക്കില്ല. ഞാൻ അവളുടെ
എന്റെ പിറകെ പൊക്കോളാം. നിനക്കെന്താ വട്ടാണോ? നീ എന്തിനാ വെറുതെ മറ്റുള്ളവരുടെ വായിലിരിക്കുന്ന കേൾക്കാൻ പോകുന്നേ? അത് വിട്ടേക്ക്, ഒന്നും ചെയ്തേക്കരുത്. ദീപാവലി ഇത്ര ബോറിംഗ് ആയി തോന്നിയത് എന്താണെന്നറിയോ നിനക്ക്? എന്താ? കാരണം നീയാണ് ബോറിംഗ് ആവുന്നത്. നോക്ക്, നമ്മളിപ്പോ ശത്രുക്കൾക്ക് പണി കൊടുത്തില്ലെങ്കിൽ പിന്നെ വേറെ ആർക്ക് പണി കൊടുക്കും? എന്റെ ബുൾബുൾ. നമ്മൾ ശത്രുക്കൾക്ക് പണി കൊടുത്തേ പറ്റൂ. പിന്നെ ഇനി നീ എന്നെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ പോലും ഇറ്റ്സ് ഓക്കെ. യു ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. ഓക്കെ? ബുൾബുൾ, നീ എന്താ? ഞാനും ഇനി ഇവളുടെ കൂടെ നിൽക്കേണ്ടി വരും. ഇവൾ എന്തെങ്കിലും കുഴപ്പമൊപ്പിച്ചു വെച്ചാൽ പിന്നെ ഞാൻ തന്നെയല്ലേ സോൾവ് ചെയ്യേണ്ടത്. നിങ്ങൾ രണ്ടാൾ എനിക്ക് ഒരു പ്രോമിസ് ചെയ്യേണ്ടി വരും. എന്ത് പ്രോമിസ്? അത് പ്രോമിസ് ഇതാണ്. അതായത് അത് പിന്നെ ആ സീക്രട്ട് ഞാൻ നിങ്ങളോട് പറയാനുണ്ടല്ലോ, അത് നിങ്ങൾ വേറെ ആരോട് ഇത് പറയാൻ പാടില്ല. You know what? Enough of this. ഇനി അഥവാ നിനക്ക് എന്തെങ്കിലും രഹസ്യം അറിയാമെങ്കിൽ തന്നെ നീ അത് ഞങ്ങളോട് പറയാൻ പോകുന്നില്ല. അതുകൊണ്ട് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാ, അല്ലെങ്കിൽ പൊയ്ക്കോ. ആലിയ, എനിക്ക് തോന്നുന്നു ഇവൻ നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യാൻ. ഇല്ല, എനിക്ക് അതറിയാം, ഞാൻ പറയാൻ വരുമായിരുന്നു. ആഹാ, ടൈം എന്തിനാ വേസ്റ്റ് ചെയ്യുന്നേ? ഇനിയിപ്പോ നിന്റെ അടുത്ത് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ വേണ്ട, സത്യം തുറന്ന് പറഞ്ഞോ, എന്താ ഇവിടെ നടക്കുന്നത്? ചേച്ചി, അത് ബുൾബുൾ ഉണ്ടല്ലോ, ബുൾബുൾ പറഞ്ഞു ആലിയ മാമിന്റെ കാലിൽ പടക്കം കെട്ടാൻ വേണ്ടിട്ട്. അപ്പോ ആലിയ മാം നടക്കുമ്പോ പടക്കം പൊട്ടിക്കാം, അപ്പൊ നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞു. ബുൾബുൾ, നിനക്കെന്താ ഭ്രാന്തുണ്ടോ? ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യോ? അത് ചേച്ചി, അത് ഞാൻ ആരെങ്കിലും വെറുതെ കളിപ്പിക്കാൻ വേണ്ടി ചെയ്തതാ, അല്ലാതെ വേറെ ഇന്റൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വെറുതെ ആക്ച്വലി തമാശക്ക് വേണ്ടി ചെയ്തതാ. നിനക്ക് എന്താ പറഞ്ഞ മനസ്സിലാവാത്ത? ആലിയുടെ ഒപ്പം എപ്പോഴും തനു ഉണ്ടാവും. തനു ഇനി പടക്കത്തിന്റെ ശബ്ദം കേട്ട് പേടിച്ച് നിലത്തെങ്ങാനും വീണ് കുഞ്ഞിനെന്തെങ്കിലും പറ്റിയ എന്താ ബുൾബുൾ ഇത്? എന്താ നീ ഇത് എപ്പോഴും മറന്നു പോകുന്നത്? നമ്മൾ അങ്ങനെ ഒന്നും തന്നെ ചെയ്തൂടെ മോളെ. നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തനുവിന്റെ കുഞ്ഞിന് ഒന്നും സംഭവിച്ചൂടാ. ചേച്ചി, അത് ഞാൻ മതി, നീ അങ്ങനെ ഒന്നും തന്നെ ചെയ്യില്ല. ഏയ്, ആ ഓയിലൊന്ന് സൂക്ഷിച്ചുകൊണ്ട് വെക്കോ, താഴെ വീഴുന്നുണ്ട്. നിങ്ങളുടെ ആ ഹിറ്റ്ലർ ഉണ്ടല്ലോ, അവളുടെ ഓർഡറാ ഇത്. അവള് പറഞ്ഞു ഒരെണ്ണം പോലും നേരെ വെക്കാതിരിക്കരുതെന്ന്. ഞാൻ വിചാരിച്ചു ഒരുമിച്ച് നിറച്ചോണ്ട് പോവാം, പിന്നെ ഓരോ തവണയും നടക്കണ്ടല്ലോ എന്ന്. നിങ്ങൾ പോയിക്കോ. ഓൾ ദി ബെസ്റ്റ്. ഓ, വീഴുന്നു, പെട്ടെന്ന് കൊണ്ടുപോയിക്കോ. മമ്മിയുടെ തലക്കകത്ത് അങ്ങനെ ആൾ താമസം ഉണ്ടായോ? എന്തായാലും ബുദ്ധി വെച്ച് തുടങ്ങിയ നന്നായി. ഹോളി ആയാലും ദീപാവലി ആയാലും. അല്ല, എനിക്കെന്താ ഐഡിയ ശരിയാണല്ലോ. അപ്പോഴപ്പോഴെ എണ്ണ ഒഴിക്കുന്നതിനേക്കാൾ നല്ലത് ഒരുമിച്ച് അങ്ങ് ഒഴിക്കുന്നതല്ലേ? അതെ, അപ്പോഴേ എനിക്ക് തോന്നിയതാ നിനക്ക് ഇത് തന്നെ സംഭവിക്കുമെന്ന്. ഞാൻ കണ്ടതല്ലേ നീ എണ്ണ ഒഴിച്ചോണ്ട് പോകുന്നത്. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിരിക്കണേ. എന്റെ അമ്മ ഭയങ്കര വെയിറ്റ് തന്നെ എന്റെ. ആ റോണി, ഞാൻ ദേ വരുന്നു. അതെ, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? തൂത്ത് വൃത്തിയാക്കടി. ഞാൻ എന്തിനാ വൃത്തിയാക്കുന്നേ? ഞാൻ പൂച്ചയല്ലേ, പിന്നെ ഞാൻ എങ്ങനെ വൃത്തിയാക്കും? നിനക്കവിടെ വൃത്തിയാക്കത്. ഞാൻ വീണിട്ട് വൃത്തിയാക്കാൻ പോലും ആരുമില്ല ഇവിടെ. സ്നേഹോ? അവളെ ഞാൻ സ്നേഹിക്കാനോ? അല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നുന്നുണ്ടോ ഇവിടെ ഇത്രയും കാര്യങ്ങൾ അവൾ ചെയ്ത് കൂട്ടിയിട്ട് ഞാൻ അവളെ സ്നേഹിക്കൂന്ന്? അല്ലെങ്കിൽ അതിനോടൊക്കെ ആർക്ക് സ്നേഹം ഉണ്ടാവാനാ? ഒരു സെക്കൻഡ്, ഞാൻ അവളെ അന്വേഷിക്കുന്നതിൽ നിങ്ങൾ രണ്ടുപേരും എന്താ ഇത്ര സന്തോഷിക്കുന്നു? അത് പിന്നെ ദീപാവലി അല്ലേ? ഹാപ്പി ദീപാവലി. എന്തെങ്കിലും ആവട്ടെ, നിങ്ങൾ അവളെ കാണുവാണെങ്കിൽ അവളോട് പറയണം ഞാൻ അന്വേഷിച്ചു. അർജന്റാണ്.